Hi students, JEE Express അടുത്ത ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ടോപ്പിക്കായ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച തിയറിയൊക്കെ തന്നെയാണ്. നമുക്ക് പ്രീവിയസ് JEE Main ചോദിച്ചതും നമ്മുടെ കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്ലൈഡിൽ ക്വസ്റ്റ്യൻസൊക്കെ ഓർഡറായിട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഓർഡറിൽ ചെയ്തു പോകാൻ ഇപ്പോൾ നോക്കുന്നില്ല. നമുക്കൊരു റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്ത് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു റെഗുലർ ഓർഡറിലാണല്ലോ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് ആ ഓർഡറിൽ തന്നെ ചോദിക്കണമെന്ന് യാതൊരു നിർബന്ധവും. എക്സാമിന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ നമുക്ക് ഈ ലൈവിൽ നമുക്ക് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, കാര്യം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തുടക്കം പാർട്ട് നമ്മളെല്ലാം നന്നായിട്ട് നോക്കുന്നതാണ്. ഫോഴ്സിൻ്റെ കാര്യമാണെങ്കിലും ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാം നന്നായിട്ട് ആണ് തുടക്കം പോർഷനൊക്കെ നോക്കി പോകുന്നത്. അങ്ങോട്ട് പോകുന്തോറുമാണ് ചാപ്റ്റർ കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്നത്. ഫോഴ്സൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുവിധം നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറുമാണ് ചാപ്റ്റർ എന്താവുന്നത്, ഡിഫിക്കൽട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ ഡിഫിക്കൽട്ട് ഏരിയയില്ലേ, നമ്മൾ എളുപ്പമുള്ള ഏരിയ വീണ്ടും വീണ്ടും പഠിക്കുന്നേക്കാൾ നല്ലത് നമ്മൾ ഡിഫിക്കൽട്ട് ഏരിയ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചാപ്റ്ററിൻ്റെ ഒരു പർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്യുന്നില്ല. ഞാൻ റാൻഡമായിട്ടാണ് ക്വസ്റ്റ്യൻസ് തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എക്സാമിന് എങ്ങനെയാണോ, എക്സാമിന് നമുക്കൊരു ഐഡിയ ഇല്ല എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാം. അപ്പോൾ ലൈവിൽ കുറച്ച് പേരൊക്കെ മഹാദേവനും അഖിലുമൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അരവിന്ദ് ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഓർഡറിലാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. നമുക്ക് റാൻഡമായിട്ടൊരു ക്വസ്റ്റ്യൻ പിക്ക്. ഞാൻ ആദ്യം തന്നെ കപ്പാസിറ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു തിയറി പറയാം. മക്കളെ, നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല എന്താ മക്കളെ? ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല, ഇടയ്ക്ക് ഡയലക്ട്രിക് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ε0 A/d എന്നതാണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് അറിയാമല്ലോ ഏരിയ, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ്, എ എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ഏരിയ ആണ്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ε0 A/d. അപ്പോൾ ഈ കാര്യം അറിയാമെങ്കിലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ മക്കളെ. 4 പ്ലേറ്റ്സ് ഓഫ് സെയിം ഏരിയ. മക്കളെ, ഇത് 4 പ്ലേറ്റ്സ് ഉണ്ട്. ഈ പ്ലേറ്റ്സിൻ്റെ എല്ലാം ഏരിയ എന്താണ്? സെയിം ആണ്. ആർ ജോയിൻഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് പ്ലേറ്റ് ഈസ് d. ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് പ്ലേറ്റ് ഈസ് d. 2 സക്സസീവ് പ്ലേറ്റിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് d ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഇക്വലൻ്റ് കപ്പാസിറ്റി അക്രോസ് PQ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് അക്രോസ് P ആൻഡ് Q എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു 2 പ്ലേറ്റ് എടുത്താൽ അവർക്കിടയ്ക്കുള്ള കപ്പാസിറ്റൻസ് നമുക്കറിയാം ε0 A/d ആണ്. പക്ഷേ ഇവിടെ കുറേ പ്ലേറ്റ്സ് ഉണ്ട്, കുറേ അല്ല 4 പ്ലേറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ മക്കളെ. ഞാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് സമയം തരാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് സമയം തരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് സമയം തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അരവിന്ദ്, നെവിൽ, അഖിൽ, മഹാദേവൻ ആരും കമൻറ്റ് ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ആൻസർ ഓപ്ഷൻ 3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇവിടെ എത്ര പ്ലേറ്റ്സ് ഉണ്ട് മക്കളെ? 4 മെറ്റാലിക് പ്ലേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 4 മെറ്റാലിക് പ്ലേറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതൊരു പ്ലേറ്റ് ആണ്, ഇത് മറ്റൊരു പ്ലേറ്റ് ആണ്, ഇത് മറ്റൊരു പ്ലേറ്റ് ആണ്, ഇത് മറ്റൊരു പ്ലേറ്റ് ആണ്. ഇവിടെ ഏതൊക്കെ പ്ലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് മക്കളെ? P എന്ന് പറയുന്ന പ്ലേറ്റും Q എന്ന് പറയുന്ന പ്ലേറ്റും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ 2 പ്ലേറ്റ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലേ? ഈ 2 പ്ലേറ്റും കണക്ട് ചെയ്തിട്ടാണ് അതിനെ Q എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ആരെന്ന് പറയുന്ന മക്കളെ? ഇതാണ് P എന്ന് പറയുന്നത്, ഇതാണ് Q എന്ന് പറയുന്ന പോയിന്റ്. സോ വാട്ട് വി നീഡ് ടു ഫൈൻഡ്? വി നീഡ് ടു ഫൈൻഡ് ദ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. വി നീഡ് ടു ഫൈൻഡ് ദ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. അപ്പോൾ നമുക്ക് പറയാം മക്കളെ, ഇത് ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ട് ഞാൻ പറയാം. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് ചെയ്യണമെന്ന് ചോദിച്ചാൽ മക്കളെ, ഈ പോയിന്റ് Q അല്ലേടാ, ഞാൻ ചെറിയൊരു ഷോർട്ട് കട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റ് Q ആണെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റിനെയും എന്തെന്ന് വിളിക്കാം മക്കളെ? Q എന്ന് വിളിക്കാം.
ഓക്കെ ആണോ? കാര്യം ഇത് ക്യൂവുമായിട്ട് കണക്ഷനുള്ള പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ പോയിന്റ് ക്യൂ ആണെങ്കിൽ നിങ്ങൾ ഇതിനെ അങ്ങ് ക്യൂ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ അല്ലേ മക്കളെ, ഇവിടെയും ക്യൂ ആയിട്ട് ഈ പ്ലേറ്റ് കണക്ഷൻ ഇല്ലേ മക്കളെ, അപ്പോൾ ഈ പ്ലേറ്റിനെയും എന്തെന്ന് വിളിക്കാം മക്കളെ, ക്യൂ എന്ന് വിളിക്കാം. ഇനി ഈ പ്ലേറ്റ് ഇത് പി ആണ്, അപ്പോൾ ഈ പ്ലേറ്റ് പിയിലോട്ടാണ് കണക്റ്റഡ്, അപ്പോൾ ആ പ്ലേറ്റിൻ്റെ അവിടെ നമുക്ക് എന്തെന്ന് എടുക്കാം മക്കളെ, പി എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് പി ആണ്, ദെൻ ഈ പ്ലേറ്റിൻ്റെ അവിടെയും എന്തെന്ന് എടുക്കാം മക്കളെ, പി എന്ന് എടുക്കാം. ഇതൊരു ഷോർട്ട് കട്ടാണ്, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്യൂ ആണെങ്കിൽ ഈ പ്ലേറ്റിന് ക്യൂ എന്ന് പേര് കൊടുക്കുക. ഈ പ്ലേറ്റും ക്യൂവിലോട്ട് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് അതിനും ക്യൂ എന്ന് പേര് കൊടുക്കുക. ഈ പ്ലേറ്റ് പിയിലോട്ട് കണക്റ്റഡ് ആണ്, അപ്പോൾ അതിന് പി എന്ന് പേര് കൊടുക്കുക. ഈ പ്ലേറ്റും പിയിലോട്ട് കണക്റ്റഡ് ആണ്, അതിനും പി എന്ന് പേര് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പോയിന്റ്സ് നിങ്ങൾ കാണുന്നുണ്ട്? അവിടെ ആകെ 2 പോയിന്റ്സേ ഉള്ളൂ, പിയും ക്യൂ ആണോ? അങ്ങനെയാണെങ്കിൽ അവിടെ ആകെ 2 പോയിന്റ്സേ ഉള്ളൂ. ഏതൊക്കെയാണ് മക്കളെ? പിയും ക്യൂവും. അപ്പം ഞാൻ അതങ്ങ് മാർക്ക് ചെയ്തു. അവിടെ ആകെ 2 പോയിന്റ്സേ ഉള്ളൂ. ഏതൊക്കെയാണ് മക്കളെ? പിയും ക്യൂവും. ഇനി നിങ്ങൾ നോക്കുക, ദാ ഇവിടെ ഒരു കപ്പാസിറ്റർ ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഇല്ലേ മക്കളെ? ഇവിടെ ഒരു കപ്പാസിറ്റർ ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റ് പിയിലോട്ടാണ് കണക്റ്റഡ്, മറ്റേ പ്ലേറ്റ് ക്യൂവിലോട്ടാണ് കണക്റ്റഡ്. അപ്പോൾ ആ കപ്പാസിറ്റർ ഞാൻ വരച്ചു. ആ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റ് പിയിലോട്ടാണ് കണക്റ്റഡ്, മറ്റേ പ്ലേറ്റ് ക്യൂവിലോട്ടാണ് കണക്റ്റഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഈ നമ്മൾ അടുത്ത ഈ കപ്പാസിറ്റർ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. നമ്മളിനി ഇതാണ് എടുക്കുന്നത്, ഇത് രണ്ടാമത്തെ കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത് രണ്ടാമത്തെ കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ഒരു പ്ലേറ്റ് ക്യൂയിലോട്ടാണ്, മറ്റേ പ്ലേറ്റ് എങ്ങോട്ടാണ് മക്കളെ? പിയിലോട്ടാണ്. അപ്പോൾ രണ്ടാമതൊരു കപ്പാസിറ്റർ വരച്ചാൽ അതിൻ്റെയും ഒരു പ്ലേറ്റ് എങ്ങോട്ടാണ് മക്കളെ? പിയിലോട്ടാണ്. അതിൻ്റെ മറ്റേ പ്ലേറ്റ് എങ്ങോട്ടാണ് മക്കളെ? ക്യൂയിലോട്ടാണ്. ഇനി അടുത്ത പോസിബിലിറ്റി എന്താ മക്കളെ? ദാ ഇവിടെ കപ്പാസിറ്റർ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മൂന്നാമതൊരു കപ്പാസിറ്ററും കൂടെ ഉണ്ട്. അതിൻ്റെയും ഒരു പ്ലേറ്റ് പിയിലോട്ടാണ്, മറ്റേ പ്ലേറ്റ് ക്യൂയിലോട്ടാണ്. അതിൻ്റെയും ഒരു പ്ലേറ്റ് പിയിലോട്ടാണ്, മറ്റേ പ്ലേറ്റ് എന്തിലാവട്ടോ മക്കളെ? ക്യൂയിലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അപ്പോൾ ഇവൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് സീന്ന് എടുക്കാം, ഇവൻ്റെ കപ്പാസിറ്റൻസ് സീന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവർ 3 പേരും പാരലാണ്. പാരൽ കണക്ഷൻ ആണെങ്കിൽ 1/C1 + 1/C2 + 1/C3 എന്ന് എഴുതരുത് അല്ലേ? കാര്യം ഇത് കപ്പാസിറ്ററിൻ്റെ കേസാണെങ്കിൽ സി ഇക്വലൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താ മക്കളെ? C1 + C2 + C3 ആണ്. അപ്പോൾ C + C ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3C എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലേറ്റിന് അക്രോസ് ഉള്ള കപ്പാസിറ്റൻസ് എത്ര മക്കളെ? ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ് A ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് D ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയ്ക്കുള്ള കപ്പാസിറ്റൻസ് ε0 A/D ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 ടൈംസ് ε0 A/D എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 3 ടൈംസ് ε0 A/D എന്ന് കിട്ടും. നമുക്ക് നോക്കാം എത്ര പേര് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. എല്ലാവരും ചറപറ ആൻസർ ഓപ്ഷൻ 3 ആണ് കൊടുത്തിരിക്കുന്നത്. ടൈംസ് ഓഫ് പോൾ, നെവിൽ മാത്യു, അഖിൽ അനീഷ്, GS മഹാദേവൻ, അരവിന്ദ് PN. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓപ്ഷൻ 3 ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. വളരെ സന്തോഷം, എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വളരെ സന്തോഷം. ഓക്കെ സാർ, ഫ്ലെക്സിയെ ഓർമ്മയുണ്ടോ എന്നൊക്കെ അഖിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കളെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പല ടൈപ്പിലും ചോദിക്കാം. ഈ ഒരു ടൈപ്പിൽ മാത്രമാവണമെന്നില്ല ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ വേറൊരു ടൈപ്പ് പറയാം. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാം. വേറൊരു ടൈപ്പ് വേണമെങ്കിൽ പറയാം. മക്കളെ ഇത് 2 പ്ലേറ്റ് ആണ്. ഇത് 2 പ്ലേറ്റ് ആണ് ആണോ? പറ മക്കളെ, ഈ 2 പ്ലേറ്റും എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു മക്കളെ? ക്യൂലോട്ട് കണക്ട് ചെയ്യുന്നു. ഈ 2 പ്ലേറ്റും പിയിലോട്ട് കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ പോട്ടെ, ഇതിനെ നമുക്ക് പി എന്ന് വിളിക്കാം, ഇതിനെ ക്യൂ എന്ന് വിളിക്കാം. ഇതേ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ചോദിക്കാം. അപ്പം ഈ പ്ലേറ്റ് പിയിലോട്ടാണ് കണക്റ്റഡ്, അതുകൊണ്ട് ഇതിന് എന്ത് പേര് കൊടുക്കാം മക്കളെ? പി എന്ന് പറയുന്ന പേര് കൊടുക്കാം. സിമിലർലി ഈ പ്ലേറ്റും പിയിലോട്ടാണ് കണക്റ്റഡ്, അതുകൊണ്ട് ഈ പ്ലേറ്റിനും ഏത് പേര് കൊടുക്കാം മക്കളെ? പി എന്ന് പറയുന്ന പേര് കൊടുക്കാം. ദെൻ ഈ പ്ലേറ്റ് എവിടോട്ടാണ് കണക്റ്റഡ്? ക്യൂലോട്ടാണ് കണക്റ്റഡ് അല്ലേ? അതേ കണക്ക് ഈ പ്ലേറ്റും എവിടോട്ടാണ് കണക്റ്റഡ് മക്കളെ? ക്യൂലോട്ടാണ് കണക്റ്റഡ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പറോക്കളെ, അപ്പം സർക്യൂട്ടിൽ നേരത്തെ പോലെ ആകെ എത്ര പോയിന്റ്സേ ഉള്ളൂ? ആകെ 2 പോയിന്റ്സേ ഉള്ളൂ. ഏതൊക്കെയാണ് മക്കളെ 2 പോയിന്റ്സ് എന്ന് പറയുന്ന? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന പി ആണ്, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്ന ക്യൂ ആണ്. നമുക്ക് അവർക്കിടയ്ക്കുള്ള ഇക്വലന്റ് കപ്പാസിറ്റൻസ് ആണ് വേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പറോക്കളെ, ഇവിടെ ഒരു കപ്പാസിറ്ററിന് പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു കപ്പാസിറ്റർ അങ്ങ് വരയ്ക്കുക, അവിടെ ഒരു കപ്പാസിറ്റർ അങ്ങ് വരയ്ക്കുക. അവൻ്റെ ഒരു പ്ലേറ്റ് എങ്ങോട്ടാണ് മക്കളെ കണക്റ്റഡ്? അവൻ്റെ ഒരു പ്ലേറ്റ് പിയിലോട്ടാണ് കണക്റ്റഡ്. അവൻ്റെ മറ്റേ പ്ലേറ്റ് എങ്ങോട്ടാണ് മക്കളെ കണക്റ്റഡ്? മറ്റേ പ്ലേറ്റ് ക്യൂലോട്ടാണ് കണക്റ്റഡ്. അടുത്തത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് ചെയ്യണം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ഇവിടെ ഒരു കപ്പാസിറ്ററിന് പോസിബിലിറ്റി ഇല്ലേ എന്ന്. പക്ഷേ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ മക്കളെ, അവിടെ എന്താണ്? ഒരു പ്ലേറ്റ് ക്യൂലോട്ട് ആ കപ്പാസിറ്ററിൻ്റെ, മറ്റേ പ്ലേറ്റും എന്താ മക്കളെ? ക്യൂലോട്ടാണ്. ഓക്കെ, ഒരു പ്ലേറ്റ് ക്യൂലോട്ട്, മറ്റേ പ്ലേറ്റും ക്യൂലോട്ടാണ്. അങ്ങനെ ഒരു കപ്പാസിറ്റർ, അതായത് നിങ്ങൾ കപ്പാസിറ്റർ വരച്ചാലും പ്രശ്നമൊന്നുമില്ല. കപ്പാസിറ്റർ വരച്ചാൽ എന്താ മക്കളെ പ്രശ്നം? അതിൻ്റെ ഒരു പ്ലേറ്റും ക്യൂലോട്ട്, മറ്റേ പ്ലേറ്റും എന്താ മക്കളെ? ക്യൂലോട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അതെന്ത് ചെയ്തു പോകും മക്കളെ? അത്
ന്യൂട്രലൈസ് ചെയ്തു, അതിന് എഫക്റ്റ് ഇല്ലാതായി. ആ കപ്പാസിറ്റൻസ് ഷോർട്ടായി പോകും. ഓക്കെ, ആ കപ്പാസിറ്റൻസ് എന്തായി പോകും മക്കളെ? ഷോർട്ടായി പോകും. അപ്പോൾ ആ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് വരത്തില്ല. കാര്യം എന്താ മക്കളെ? അതിൻ്റെ 2 പ്ലേറ്റും ക്യൂലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഷോർട്ട് കട്ട് അനുസരിച്ച് ആ 2 പ്ലേറ്റും എങ്ങോട്ടാണ് മക്കളെ കണക്ട് ചെയ്തിരിക്കുന്നത്? ക്യൂലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഡെഫിനറ്റ്ലി യാതൊരുവിധ എഫക്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത കപ്പാസിറ്ററിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്ലേറ്റ് ക്യൂലോട്ടാണ്, മറ്റേ പ്ലേറ്റ് പീലോട്ടാണ് അല്ലേ? വീണ്ടും ഒരു കപ്പാസിറ്ററിൻ്റെ പോസിബിലിറ്റി ഉണ്ട്. അവൻ്റെ ഒരു പ്ലേറ്റ് എങ്ങോട്ടാണ് മക്കളെ? അവൻ്റെ ഒരു പ്ലേറ്റ് ക്യൂലോട്ടാണ്, മറ്റേ പ്ലേറ്റ് എങ്ങോട്ടാണ് മക്കളെ? പീലോട്ടാണ്. അപ്പോൾ ഇവിടെ എത്ര കപ്പാസിറ്റൻസേ ഉള്ളൂ? 2 കപ്പാസിറ്റൻസേ ഉള്ളൂ. അപ്പോൾ അത് സി എന്ന് പറയുന്ന വരും. സോ വാട്ട് ഈസ് സി ഈക്വലൻറ്റ്? സോ സി ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു സി പ്ലസ് സി എന്ന് പറയുന്ന വരും. അപ്പോൾ സി ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 2C എന്ന് പറയുന്ന വരും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 2C എന്ന് പറയുന്ന എത്ര മക്കളെ? 2C എന്ന് പറയുന്നത് 2 ടൈംസ് എപ്സിലോൺ 0 A/D ആണ്. മക്കളെ മനസ്സിലായോ? അപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, പ്രത്യേകിച്ചും JEE മെയിൻസിനൊക്കെ ഇങ്ങനെയുള്ള ടൈപ്പ് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചത്. ഞാൻ ഒരു 2 അതിൻ്റെ വേറൊരു മോഡലും കൂടെ ചെയ്ത് കാണിച്ചു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കളെല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? വെരി ഗുഡ് മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും വേണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതെടുക്കാം. എ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ഈസ് സെറ്റപ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഫിഗറിൽ കുറേ കപ്പാസിറ്ററുകളുണ്ട്, കണ്ട് പേടിക്കരുത് ഒരിക്കലും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അറ്റ് മക്കളെ ഒരു മിനിറ്റ്. അപ്പോൾ ഇതില്ല, ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഇത് വന്നു. ഓക്കെ, a capacitor of 8 farad is connected as shown in the figure. Charge on the plates of the capacitor എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. A capacitor of 8 farad is connected. ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതിൽ കപ്പാസിറ്ററിലെ ചാർജ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എ കപ്പാസിറ്റർ ഓഫ് 8 farad ഈസ് കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചാർജ് ഓൺ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഫിഗർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു 5 വോൾട്ട് സെല്ലുണ്ട്, ഇവിടെ ഒരു 1 ohm ഉണ്ട്, ഇവിടെ ഒരു 4 ohm ഉണ്ട്, ഇവിടെ ഒരു 20 ohm ഉണ്ട്, ഇവിടെ ഒരു 8 farad കപ്പാസിറ്റർ ഉണ്ട്. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഈസ് വി നീഡ് ടു ഫൈൻഡ് ചാർജ് ഓൺ ദ 8 farad കപ്പാസിറ്റർ. നമുക്ക് 8 farad കപ്പാസിറ്ററിലെ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. 8 farad കപ്പാസിറ്ററിലെ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഇത് നമുക്ക് വേണമെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിലും പറയാം. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ RC സർക്യൂട്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാം. ആവശ്യമില്ല, നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും പറയാം അല്ലേ? എത്ര സമയം വേണം? 1 മിനിറ്റ് പോലും വേണ്ട. ഒരു മിനിറ്റ് പോട്ടെ, 1 മിനിറ്റ് തന്നേക്കാം. എല്ലാവർക്കും ചെയ്യാൻ 1 മിനിറ്റ് സമയം തരാം. ആരൊക്കെ ചെയ്യുമെന്ന് നോക്കട്ടെ. മക്കളെ ഇവിടെ ഓർക്കേണ്ട തിയറി എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഇനിഷ്യൽ സ്റ്റേറ്റിൽ കപ്പാസിറ്റർ ചാർജിങ്ങിലായിരിക്കും. അവ കപ്പാസിറ്റർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ടാണ്. സ്റ്റഡി സ്റ്റേറ്റിൽ പ്രത്യേകിച്ചൊന്നും ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ എന്താ മക്കളെ? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡാണ്. പിന്നെ അതിൽ കൂടെ യാതൊരുവിധ ചാർജും പാസ് ചെയ്യത്തില്ല, പിന്നെ അതിൽ കൂടെ യാതൊരുവിധ കറണ്ടും പാസ് ചെയ്യത്തില്ല. ഓക്കെ, ഒരാൾ ആൻസർ പറഞ്ഞു, സിദ്ധാർത്ഥ് ആൻസർ പറഞ്ഞു 32 കൂളം. അഖിൽ അനീഷ് ഓപ്ഷൻ 1 എന്ന് പറഞ്ഞു, അതും 32 കൂളം തന്നെ. വെരി ഗുഡ്. അപ്പോൾ 2 പേര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും സമയമൊന്നും വേണ്ട ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഞാൻ പറയുമ്പോൾ ഇത്തിരി സമയം എടുക്കുമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ അത്രയും സമയമൊന്നും ആവശ്യമില്ല, സിമ്പിളാണ് അല്ലേ? ഒരാളും കൂടെ ആൻസർ പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ. വേറെ ആരെങ്കിലും കൂടെ ആൻസർ പറയുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഒരാളുടെ ആൻസർ എന്നെ വീണ്ടും പറയരുത്. ഓപ്ഷൻ 1 തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. പറോക്കളെ, ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്ററിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ ഉള്ള സർക്യൂട്ടാണ്. കുറേ റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ട്. സർക്യൂട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ കപ്പാസിറ്ററിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോഴേ മനസ്സിലായിക്കോണം കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിലാണ്. കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങളുടെ
ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ എത്ര നേരം ചാർജ് ചെയ്യാനിട്ടാലും ചാർജൊന്നും കയറത്തില്ല. അതേ കണക്ക് തന്നെ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് ചാർജ് കയറത്തില്ലെങ്കിൽ കറണ്ട് പോകത്തില്ല. അപ്പോൾ കപ്പാസിറ്റർ ഇരിക്കുന്ന ബ്രാഞ്ചിൽ കൂടെ യാതൊരുവിധ കറണ്ടും പാസ് ചെയ്യത്തില്ല. സോ ഇറ്റ് ആക്ട് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ട് എങ്ങനെ മാറും മക്കളെ? അപ്പോൾ ആ സർക്യൂട്ട് എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ കപ്പാസിറ്റർ എന്തായിട്ട് നിൽക്കും മക്കളെ? ഓപ്പൺ സർക്യൂട്ടായിട്ട് നിൽക്കും. അപ്പോൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ 5 വോൾട്ട് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 1 ohm ആണ്. ദെൻ ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ 4 ohm റെസിസ്റ്റർ ഉണ്ട്. ദെൻ ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ ഒരു 20 ohm റെസിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 20 ohm റെസിസ്റ്ററും കൂടെ ഉണ്ട്. ആണോ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും. സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ടാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും. സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റർ ആക്ട് ആസ് ഓപ്പൺ സർക്യൂട്ടാണ്. സോ വാട്ട് വി നീഡ് ടു ഫൈൻഡ് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ ചാർജ് 0 എന്നൊരു തെറ്റിദ്ധാരണ വരരുത്. അതിന് ആൻസർ ഓപ്ഷനും ഉണ്ട്, അത് എഴുതി വയ്ക്കരുത്. കാര്യം ഇവിടുത്തെ പ്രശ്നം ഞാൻ എന്തെന്ന് പറഞ്ഞുതരാം മക്കളെ. അങ്ങനെയാണെങ്കിൽ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് ഐ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന കറണ്ടും ഐ ആണ്. ഇതെവിടെ പോയി? ഇതിലേക്ക് വരുന്ന കറണ്ടും ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോണ കറണ്ടും ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോണ കറണ്ടും ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോണ കറണ്ടും ഐ ആണ്. അതെന്താണ് ഞാൻ എല്ലാ കറണ്ടും ഇങ്ങോട്ട് തന്നെ വരച്ചത്? ഇങ്ങോട്ട് കറണ്ടൊന്നും പോകത്തില്ല. കാര്യം എന്താ? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. മക്കളെ ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്, കറണ്ട് പോകത്തില്ല. അപ്പോൾ കറണ്ട് ഈ ലൂപ്പിൽ കിടന്ന് ചുറ്റിക്കളിച്ചുകൊണ്ടിരിക്കും. ആണോ? സോ വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ദ കറണ്ട് അക്കോർഡിംഗ് ടു ഓംസ് ലോ? വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ദ കറണ്ട്? ഇറ്റ് ഈസ് വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടുത്തെ ആ സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറയുന്ന 5 ആണ്. ദ കറണ്ട് 4 ohm കൂടെ പാസ് ചെയ്യുന്നുണ്ട്, കറണ്ട് 1 ohm കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് പാസ് ചെയ്ത ടോട്ടൽ റെസിസ്റ്റൻസ് 4 + 1 5 ആണ് അല്ലേ? അപ്പോൾ കറണ്ട് എത്ര മക്കളെ? കറണ്ട് എന്ന് പറയുന്ന 1 ആംപിയർ എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ കറണ്ട് എന്ന് പറയുന്ന 1 ആംപിയർ എന്ന് പറയുന്നത് കിട്ടും അല്ലേ മക്കളെ? ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്ര മക്കളെ? ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. അപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും എത്ര തന്നെ പിള്ളേരെ? 1 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് എത്ര പിള്ളേരെ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് എത്ര മക്കളെ? ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്ന 4 വോൾട്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വോൾട്ടേജിൻ്റെ ഫോർമുല എന്ന് പറയുന്ന I/R ആണ്. പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്ന 4 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഞ്ച് പാരലല്ലേടാ പിള്ളേരെ? ഈ ബ്രാഞ്ച് പാരലാണ്. അപ്പോൾ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് 4 വോൾട്ട് ആണെങ്കിൽ ഇതിനെ ക്രോസുള്ള വോൾട്ടേജും ആര് തന്നെയാണ് മക്കളെ? 4 വോൾട്ട് തന്നെയാണ്. ആണോ? അപ്പോൾ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് 4 വോൾട്ട് ആണെങ്കിൽ ഇതിനെ ക്രോസുള്ള വോൾട്ടേജും 4 വോൾട്ട് തന്നെയാണ്. ആണോ? എനിക്ക് ഉറപ്പായിട്ടും പറയാം റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 വോൾട്ടാണ്. ഈ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല. ഈ റെസിസ്റ്ററിൽ കൂടെ എന്ത് പാസ് ചെയ്യുന്നില്ല മക്കളെ? ഈ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. കാര്യം എന്താ? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ആ റെസിസ്റ്ററിൽ കൂടെ എന്ത് പാസ് ചെയ്യുന്നില്ല? കറണ്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ ഐ എന്ന് പറയുന്ന 0 ആണ്. അപ്പോൾ അതിനെ ക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് I/R ആണ്. അപ്പോൾ 0 × 20 ആണ്. അപ്പോൾ അവനെ ക്രോസുള്ള വോൾട്ടേജ് 0 വോൾട്ട്, വിച്ച് മീൻസ് ദാറ്റ് ഈ 4 വോൾട്ട് ഫുള്ള്, ഈ 4 വോൾട്ട് ഇവനും കൊടുക്കേണ്ടതായിരുന്നു. ഇവനും ഡിവൈഡ് ചെയ്തെടുക്കേണ്ടതായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഉറപ്പാണ് 20 ohmന് അക്രോസുള്ള വോൾട്ടേജ് 0 വോൾട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ 4 വോൾട്ട് ഫുൾ ആർക്ക് അക്രോസ് കിട്ടും മക്കളെ? എന്ന് പറഞ്ഞാൽ ഈ 4 വോൾട്ട് ഫുൾ ആർക്ക് അക്രോസ് കിട്ടും മക്കളെ? കപ്പാസിറ്ററിന് അക്രോസ് കിട്ടും. ആ 4 വോൾട്ട് ഫുള്ള് കപ്പാസിറ്ററിന് അക്രോസ് കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു മക്കളെ. ഈ വോൾട്ടേജ് എന്ന് പറയുന്ന 4 വോൾട്ട് ആണ്. ഇത് രണ്ട് പാരൽ കണക്ഷൻ ആയതുകൊണ്ട് ഇത് 4 വോൾട്ട് ആണെങ്കിൽ ഇതും 4 വോൾട്ട് ആണ്. പക്ഷേ ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവൻ അക്രോസുള്ള വോൾട്ടേജ്, ആ റെസിസ്റ്റർ അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്ന 0 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 വോൾട്ട് ഫുള്ള് കപ്പാസിറ്റർ വിഴുങ്ങും. അപ്പോൾ കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് 4 വോൾട്ട്. അപ്പോൾ എനിക്ക് ഉറപ്പിക്കാം കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് എത്ര പിള്ളേരെ? കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് 4 വോൾട്ട് ആണ്. കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് 4 വോൾട്ട് ആണ് അല്ലേ? എന്നാൽ കപ്പാസിറ്ററിലെ ചാർജ് അല്ലേ വേണ്ടത്? ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ മക്കളെ? ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല CV എന്നാണ് അല്ലേ? C എത്ര മക്കളെ? C 8 ഫാരഡ്. 8 ഫാരഡ് ഇത്തിരി കൂടിപ്പോയി. 8 മൈക്രോ ഫാരഡ് ഒക്കെയാണ് വരുന്നത്. കുഴപ്പമില്ല, പോട്ട്. 8 × V എത്ര മക്കളെ? 4. സോ ദ ആൻസർ ഈസ് എത്ര മക്കളെ? 32 കൂളം. ആൻസർ ഈസ് 32 കൂളം. ആൻസർ ഈസ് 32 കൂളം. മക്കളെ മനസ്സിലായോ? ടൈംസ് ഓഫ് പോൾ തെറ്റിച്ചോടാ. 2 ചുമ്മയെന്നോ? മക്കളെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ഈ ടൈപ്പ് നമുക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്.
Q is equal to CV എന്നല്ലേ ഞാൻ എഴുതിയത്. Q is equal to CV, വെരി ഗുഡ്. C എന്ന് പറയുന്ന 8 ആണ്, V എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ Q is equal to 4 into 8, 4 into 8 എന്ന് പറയുന്നത് 32. അപ്പോൾ Q is equal to 32 കൂളം. മനസ്സിലായല്ലോ? അരവിന്ദൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, വെരി ഗുഡ്. അരവിന്ദിന് പ്രത്യേകം ചിലവ്, അരവിന്ദിന് മാത്രമല്ല ടൈംസ് ഓഫ് പോളിനും. അഖിൽ, അനീഷ്, സിദ്ധാർത്ഥ്, വെരി ഗുഡ്. മക്കളെ ഓക്കെ ആണല്ലോ? ഓക്കെ മക്കളെ, 2 ക്വസ്റ്റ്യനായി. കപ്പാസിറ്റർ നിർത്താം. കപ്പാസിറ്റർ നിർത്താമെന്നല്ല, കപ്പാസിറ്റർ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ് കപ്പാസിറ്ററിലേക്ക് വരാം. കുറച്ച് കഴിഞ്ഞ് കപ്പാസിറ്ററിലേക്ക് വന്നാൽ പോരെ? അല്ല, ഒന്നാണ് പറഞ്ഞേ, ബാക്കി എല്ലാവരെയും കോപ്പി ചെയ്യേണ്ടെന്നോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ടൈംസ് ഓഫ് പോൾ വ്യത്യസ്തമായ പാത്തിൽ കൂടെ പോയതാണ്. ഇപ്പോൾ എപ്പോൾ കിട്ടും ചിലവെന്നോ? ചിലവ് നേരെ പാലയ്ക്ക് വന്നാൽ മതി. ഇവിടെ ഡയമണ്ട് ബ്ലോക്കിൽ D4 സ്റ്റുഡിയോയിൽ വന്നാൽ കയ്യോടെ ചിലവ് തന്നേക്കാം. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകാം. കപ്പാസിറ്റർ ഇൻട്രസ്റ്റ് കുറവെന്നല്ല, കപ്പാസിറ്റർ നല്ല ഏരിയ തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമുള്ളൊരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല. കോൺസെൻട്രിക് സ്പിയറിൻ്റെ കേസസാണ് മക്കളെ. കോൺസെൻട്രിക് സ്പിയർ, ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ കുറച്ച് തിയറി പറഞ്ഞാലോ? കോൺസെൻട്രിക് സ്പിയറിൻ്റെ കുറച്ച് തിയറി ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇവിടെ 2 കോൺസെൻട്രിക് ആയിട്ടുള്ള കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെൽസ് ഉണ്ട് മക്കളെ. ഇവൻ്റെ ചാർജ് എന്ന് പറയുന്നത് Q1 ആണ്, ഇവൻ്റെ ചാർജ് എന്ന് പറയുന്നത് Q2 ആണ് മക്കളെ. അപ്പോൾ 2 കോൺസെൻട്രിക് ആയിട്ടുള്ള സ്പെറിക്കൽ ഷെൽസ് ഉണ്ട്. ഇവൻ്റെ ചാർജ് എന്ന് പറയുന്നത് Q1 ആണ്, ദെൻ ഇവൻ്റെ ചാർജ് എന്ന് പറയുന്നത് Q2 ആണ്. ദെൻ മക്കളെ, ഇവൻ്റെ റേഡിയസ് നോക്കുവാണെങ്കിൽ, ഇവൻ്റെ റേഡിയസ് ഞാൻ R1 എന്ന് വിളിക്കുന്നു. ഇവൻ്റെ റേഡിയസ് നോക്കുവാണെങ്കിൽ, രണ്ടാമത്തെ ആളുടെ റേഡിയസ് നോക്കുവാണെങ്കിൽ അവൻ്റെ റേഡിയസ് R2. മക്കളെ, ഞാൻ ഡിറൈവ് ചെയ്യാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്കറിയാം ഡെറിവേഷനുള്ള സമയമൊന്നും ഇല്ല മക്കളെ. ആരെങ്കിലും എനിക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഒന്ന് പറഞ്ഞു തരൂടാ? എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നർ സ്പിയറിലെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റ് എ എന്ന് വിളിക്കാം, ഈ പോയിന്റ് ബി എന്ന് വിളിക്കാം. എ എന്ന് പറഞ്ഞാൽ ഇന്നർ സ്പിയറിലെ ഒരു പോയിന്റ്, ബി എന്ന് പറയുന്ന ഔട്ടർ സ്പിയറിലെ ഒരു പോയിന്റ്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നാൽ പറയോക്കളെ, ഇന്നർ സ്പിയറിലെ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയുന്നത് ഇന്നർ സ്പിയറിലെ ഒരു പോയിന്റ് ആണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ ഡയറക്റ്റ് അങ്ങ് പറയുവാണ്. പറയോക്കളെ, K(Q1/R1 + K(Q2/R2) എന്നാണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് പല കേസിലും ഉപകാരപ്പെടും. അപ്പോൾ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ K(Q1/R1 + K(Q2/R2) എന്നാണ്. സിമിലർലി വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി? പറയോക്കളെ, ബി എന്ന് പറയുന്ന പോയിന്റ് ഇവൻ്റെ എവിടെയാണ് മക്കളെ? ഔട്ട്സൈഡാണ്, ഇന്നർ സ്പിയറിൻ്റെ ഔട്ട്സൈഡിലാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ അവ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ ഡെറിവേഷൻ പറയുന്നില്ല, K(Q1/R2 + K(Q2/R2) എന്നാണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയിട്ടില്ലല്ലോ? തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക. എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ K(Q1/R1 + K(Q2/R2), ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ K(Q1/R2 + K(Q2/R2). ഇതാ കറക്റ്റാണോ എന്ന് പറഞ്ഞേടാ. നിങ്ങളാണ് എല്ലാം പഠിച്ച അപ്ഡേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഞാൻ എഴുതിയത് കറക്റ്റാണോ? ആരും മിണ്ടുന്നില്ല, അപ്പോൾ ആർക്കും ചിലവില്ല. വെള്ളം കുടിച്ച് മടുത്തു. എടാ, വേറെ കാര്യം പറയാതെ ഇതിൻ്റെ ആൻസർ പറയടാ. പാഴ്സലിൻ്റെയൊക്കെ കാര്യം പിന്നെ പറയടാ. ചിലവ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേടാ? ആൻസർ പറ. യെസ് സാർ, ഓക്കെ, കറക്റ്റാണ്. അഖിൽ, അനീഷ് പറഞ്ഞിട്ടുണ്ട് കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നും പിന്നും നോക്കാനില്ല. ഓക്കെ, ഡൺ മക്കളെ. ഇനി പറയോക്കളെ, നമ്മൾ ഏതെങ്കിലും ഒരു സ്പിയർ എടുത്ത് സിൽവർ ചെയ്തു, അയ്യോ, എർത്ത് ചെയ്തു. ഞാൻ റയാപ്റ്റിക്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് സിൽവർ ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞത്. സോറി. എന്ത് ചെയ്തു മക്കളെ? ഏതെങ്കിലും സ്പിയർ എടുത്ത് എർത്ത് ചെയ്തു. മക്കളെ, ഏതെങ്കിലും സ്പിയർ എടുത്ത് എർത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെയാണോ എർത്ത് ചെയ്യുന്നത് അവിടെ പൊട്ടൻഷ്യൽ എന്തായിട്ട് അസ്യൂം ചെയ്യണം മക്കളെ? 0 ആയിട്ട് അസ്യൂം ചെയ്യണം. ഈ ഒരു തിയറിയും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണം. എവിടെയെങ്കിലും എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിട്ട് അസ്യൂം ചെയ്യണം മക്കളെ? 0 ആയിട്ട് അസ്യൂം ചെയ്യണം. ഞാൻ എർത്തിങ്ങിന് പകരം ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സിൽവറിങ് പറയും, അതൊന്ന് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ പറയോക്കളെ, ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഇല്ല. ഇത് ഇൻഡിജർ ടൈപ്പായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ഇല്ല. ഓക്കെ,
ചെയ്യാൻ 1 മിനിറ്റ് സമയം. 2 കണ്ടക്ടിങ് ഹോളോസ്പെറിക്കൽ ഷെൽ, 2 കണ്ടക്ടിങ് ഹോളോസ്പെറിക്കൽ ഷെല്ലുണ്ട്. അവരുടെ റേഡിയസ് എന്ന് പറയുന്നത് 6ഉം 2r അപ്പോൾ 2 കണ്ടക്ടിങ് ഹോളോസ്പെറിക്കൽ ഷെൽസ് ഉണ്ട്. അവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന 6ഉം 2r ഒരാൾ ക്യാരി ചെയ്തിരിക്കുന്ന ചാർജ് -q ആണ്, മറ്റേ ആൾ ക്യാരി ചെയ്തിരിക്കുന്ന ചാർജ് 3q ആണ് അല്ലേ. Q/n ചാർജ് വിൽ ഫ്ലോ ഇൻ ടു ദ എർത്ത് ഇഫ് ദ ഇന്നർ ഷെൽ ഈസ് ഗ്രൗണ്ടഡ്. മക്കളെ ഇതാണ് ഇൻഷ്യൽ സിറ്റുവേഷൻ. ഇൻഷ്യൽ സിറ്റുവേഷനിൽ ഇന്നർ സ്പിയറിൽ -q ചാർജ് ഉണ്ട്, ഔട്ടർ സ്പിയറിൽ 3q ചാർജ് ഉണ്ട്. ഇന്നർ സ്പിയറിൻ്റെ റേഡിയസ് 6 ആണ്, ഔട്ടർ സ്പിയറിൻ്റെ റേഡിയസ് 2r ആണ്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നർ ഷെല്ലിനെ എർത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നർ ഷെൽ ഈസ് എർത്ത്ഡ്, ഇന്നർ ഷെൽ ഈസ് എർത്ത്ഡ്. അങ്ങനെയാണെങ്കിൽ എർത്തിലേക്ക് എത്ര ചാർജ് ഫ്ലോ ചെയ്ത് പോയി? അങ്ങനെയാണെങ്കിൽ എർത്തിലേക്ക് എത്ര ചാർജ് ഫ്ലോ ചെയ്ത് പോയി? 1 മിനിറ്റ് സമയം, 6:27 6:28 വരെ 1 മിനിറ്റ് സമയം. ആരൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നേരത്തെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാം പറയാമായിരുന്നേ. എല്ലാവർക്കും ഒറ്റ ചാൻസേ ഉള്ളൂ. ഒരാൾ ഒരു ആൻസറേ പറയാവുള്ളൂ. റയോപ്റ്റിക്സിൻ്റെ ക്ലാസ്സിൽ ലെൻസിനെ എർത്ത് ചെയ്യുന്ന ശരിയാടാ, ശരി. നാളെ പോയി പറയുമ്പം തിരിഞ്ഞു പോകുന്നതാണ്. ഓക്കെ എടാ, എന്താടാ ഓപ്ഷൻ ഇല്ലാത്തപ്പോൾ ഒരുത്തനും ആൻസർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയും നേരം ചുമ്മാ കറങ്ങി കൊത്തിക്കൊണ്ടിരിക്കുമായിരുന്നോ? 6:27 10 സെക്കൻഡും കൂടെ ബാക്കി. ആരും ആൻസർ ചെയ്യുന്നില്ല. ഓക്കെ, ഫൈനലി ഞാൻ തന്നെ ചെയ്യാം, അതായിരിക്കും നല്ലത്. എല്ലാണോ പോയി എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ തന്നെ ചെയ്യട്ടെ മക്കളെ. അപ്പോൾ ഇനിഷ്യലി നോക്കുവാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് ആൻസർ പറയുമെങ്കിലാണ്. ഓക്കെ, ഇതുവരെ ആരും ആൻസർ പറഞ്ഞിട്ടില്ല. 6:29 വരെ ആരും ആൻസർ പറഞ്ഞിട്ടില്ല. പറയോക്കളെ, ഇനിഷ്യലി ഉള്ള ഫിഗർ നമുക്ക് നോക്കാം. ഇനിഷ്യലി ഉള്ള ഫിഗർ നോക്കുവാണെങ്കിൽ മക്കളെ, അപ്പോൾ നമുക്ക് ഇനിഷ്യലി ഉള്ള ഫിഗർ നോക്കാം. ഇനിഷ്യലി ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? ഇനിഷ്യലി ഇവൻ്റെ കയ്യിൽ -q ചാർജ് ഉണ്ട്. ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? ഇവൻ്റെ കയ്യിൽ 3q ചാർജ് ഉണ്ട്. അത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ, സംശയമില്ല. n=2 ആണോ? മിടുകൻ, വെരി ഗുഡ്. സിദ്ധാർത്ഥ് കെ, ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. അഖിലാനീഷ് 2. ഓക്കെ, ഒരാൾ പറഞ്ഞാലേ അടുത്ത ആൾ പറയത്തുള്ളൂ. ഒരാൾ ആൻസർ പറഞ്ഞപ്പോൾ പിന്നെ ചെറുപറ ആൻസർ. വെരി ഗുഡ്, 2 പേരുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. പറയോക്കളെ, ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? -q. ഇനിഷ്യലി ഉള്ള സിറ്റുവേഷനാണ്. ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? 3q. ഇനി അവരെന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് ഇന്നർ ഷെല്ലിനെ എർത്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഔട്ടർ ഷെല്ലിനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഔട്ടർ ഷെല്ലിലോട്ട് പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. അപ്പോൾ ഔട്ടർ ഷെല്ലിലെ ഇപ്പോഴത്തെ ചാർജ് എത്ര തന്നെയാണ് മക്കളെ? 3q തന്നെയാണ്. ഔട്ടർ ഷെല്ലിൽ ഇപ്പോഴത്തെ ചാർജ് എത്ര തന്നെയാണ് മക്കളെ? 3q തന്നെയാണ്. പറയോക്കളെ, ഔട്ടർ ഷെല്ലിൽ ഇനിഷ്യലി 3q, ഇന്നർ ഷെല്ലിൽ ഇനിഷ്യലി -q. ഫൈനലിയും ഔട്ടർ ഷെല്ലിൽ 3q തന്നെയാണ്. കാര്യം ഔട്ടർ ഷെല്ലിനെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇന്നർ ഷെല്ലിനെ എന്ത് ചെയ്തു പിള്ളേരെ? എർത്ത് ചെയ്തു. അപ്പോൾ എർത്തിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇന്നർ ഷെല്ലിലെ ഇനിയുള്ള ചാർജ് -q എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ വല്ല q' എന്ന് വല്ലതും എടുക്കും. എടാ കേട്ടോന്ന്, ഞാൻ എന്തെന്ന് എടുക്കുന്നു മക്കളെ? q' എന്ന് എടുക്കും. അപ്പോൾ ഇന്നർ ഷെല്ലിലെ ഇപ്പോഴത്തെ ചാർജ് q'. കാര്യം ഔട്ടർ ഷെല്ലിൽ പുറത്തുനിന്ന് ആരും ചാർജ് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്നർ ഷെല്ലിനെ എർത്ത് ചെയ്തു. അപ്പോൾ എർത്തിന് ചാർജസ് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചാർജസ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലേ, അപ്പോൾ അവിടെ എർത്ത് ചെയ്താൽ അല്ലേ, അപ്പോൾ എർത്ത് ചെയ്താൽ അപ്പോൾ ഇവൻ്റെ ചാർജ് ഇനി നമുക്ക് -q എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവൻ്റെ ചാർജ് നമുക്ക് q' ആണ്. അപ്പോൾ ഇവിടെയാണ് എർത്ത് ചെയ്തത് കൊണ്ട് തന്നെ ഈ സ്പിയറിലെ ഏതൊരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റ് ഞാൻ എന്തെന്ന് വിളിക്കുന്നു മക്കളെ? എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ പോയിന്റ് ഞാൻ എ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് എ? പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് എ? ഈസ് ഈക്വൽ ടു 0. ഇനി പറയോക്കളെ, എന്ന് പറഞ്ഞാൽ ഇന്നർ സ്പിയറിലെ പോയിന്റ് അല്ലേടാ. ഇന്നർ സ്പിയറിലെ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താടാ പിള്ളേരെ? kq1/r1 + kq2/r2 ആണ് അല്ലേ. അപ്പോൾ ഇന്നർ സ്പിയറിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് kq1/r1 + kq2/r2 എന്നാണ്. സോ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം പിള്ളേരെ? 0 ആയിരിക്കണം. അപ്പോൾ kq1/r1 + kq2/r2 ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? 0 ആയിരിക്കണം. അയ്യോ അഖില, അനീഷ് നീ കോപ്പി അടിച്ചെന്നല്ലടാ പറഞ്ഞേ.
അയ്യോ അങ്ങനെ എടുക്കരുത്, രണ്ടുപേരും ഒരുമിച്ച് ആൻസർ പറഞ്ഞു. പറയാത്തപ്പോൾ ആരുമില്ല, പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പറയുന്നു, അത് പറഞ്ഞതാ കേട്ടോ. പറയല്ലേ, അപ്പോൾ വി എ ഇസിക്വൽ ടു 0, അപ്പോൾ KQ1/R1 പ്ലസ് KQ2/R2 ഇസിക്വൽ ടു എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ K ഇൻറ്റു പറയല്ലേ Q1 എന്ത് കൊടുക്കാം? Q1 ഈസിക്വൽ ടു Q ഡാഷ്. R1 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇന്നർ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ്. ഇനി K ഇൻറ്റു Q2 എന്ന് പറയുന്നത് എന്താ മക്കളെ? Q2 എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്പിയറിലെ ചാർജ് ആണ്. ഔട്ടർ സ്പിയറിലെ ചാർജ് എന്ന് പറയുന്നത് 3Q ആണ് അല്ലേ? R2 എന്ന് പറഞ്ഞാൽ ഔട്ടർ സ്പിയറിൻ്റെ റേഡിയസ് ആണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ഔട്ടർ സ്പിയർ എന്ന് ചോദിച്ചാൽ റേഡിയസ് ഓഫ് ദ ഔട്ടർ സ്പിയർ എന്ന് പറയുന്നത് 2R ആണ്. അപ്പോൾ ഇവരുടെ പൊട്ടൻഷ്യലിൻ്റെ സം എന്ത് കിട്ടും പിള്ളേരെ? 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ Q ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുവാണ്. KQ ഡാഷ് ബൈ R ഈസിക്വൽ ടു എത്ര എന്ന് കിട്ടും മക്കളെ? -3KQ/2R എന്ന് പറയുന്നത് കിട്ടും. -3KQ/2R എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ Kയും വെട്ടിപ്പോയി, R വെട്ടിപ്പോയി. അപ്പോൾ Q ഡാഷ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി മക്കളെ? Q ഡാഷ് ഈക്വൽ ടു -3Q/2 എന്ന് പറയുന്നത് കിട്ടി. Q ഡാഷ് ഈസ് ഈക്വൽ ടു -3Q/2 എന്ന് പറയുന്നത് കിട്ടി. ആൻസർ പറയാൻ വരട്ടെ. Q ഡാഷ് എന്ന് പറയുന്നത് -3Q/2 എന്ന് പറയുന്നത് കിട്ടി അല്ലേ? Q ഡാഷ് എന്ന് പറയുന്നത് -3Q/2 എന്ന് പറയുന്നത് കിട്ടി. മക്കളെ ക്ലിയർ? മക്കളെ ഇത് വെച്ച് ആൻസർ പറയരുത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചേ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്നർ ഷെല്ലിൽ നിന്ന് എത്ര ചാർജ് എർത്തിലേക്ക് പോയി എന്നാ ക്വസ്റ്റ്യൻ. ഇന്നർ ഷെല്ലിൻ്റെ കയ്യിൽ ഇനിഷ്യലി എത്ര ചാർജ് ഉണ്ട്? -Q. ഇപ്പോൾ എത്ര ചാർജ് ഉണ്ട്? -3Q/2. ഇനിഷ്യലി അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? -Q. ഇപ്പോൾ അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? -3Q/2. എടാ ഇനിഷ്യലി അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട്? ഇന്നർ സ്പിയറിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇന്നർ സ്പിയറിനെ മാത്രം ഞാൻ മാറ്റി വരയ്ക്കുന്നു. അപ്പോൾ ഇന്നർ സ്പിയറിൻ്റെ ഇനിഷ്യലി അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? -Q. ഇപ്പോൾ അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? ഇപ്പോൾ അവൻ്റെ കയ്യിൽ -3Q/2 ചാർജ് ആണുള്ളത്. ആണോ? -3Q/2 ചാർജ് ആണുള്ളത്. ഇതിനെങ്ങനെ എഴുതാം മക്കളെ? -Q/2 എന്ന് എഴുതിക്കൂടെടാ. -Q/2 അല്ലേടാ? -3Q/2. അപ്പം അവൻ്റെ കയ്യിൽ ഇനിഷ്യലി എത്ര ചാർജ് ഉണ്ടായിരുന്നു? -Q. ഇപ്പോൾ എത്ര ചാർജ് ഉണ്ട്? -Q/2. അവൻ്റെ കയ്യിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് Q/2 നഷ്ടപ്പെട്ടു. അതിൽ നിന്ന് Q/2 നഷ്ടപ്പെട്ടു അല്ലേ? അവൻ്റെ കയ്യിൽ -Q ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ്റെ കയ്യിലെ ചാർജ് എന്ന് പറയുന്നത് -3Q/2 ആണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ അതിന് ഞാനൊന്ന് അറേഞ്ച് ചെയ്തെഴുതി -Q എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് Q/2 നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവ എർത്തിലോട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എർത്തിലോട്ട് ഫ്ലോ ചെയ്ത് പോയി കാണും. അപ്പോൾ എർത്തിലോട്ട് ഫ്ലോ ചെയ്ത ചാർജാണ് ആരെന്ന് പറയുന്ന പിള്ളേരെ? Q/2. അപ്പോൾ Q/2 ചാർജ് ആണ് എർത്തിലേക്ക് ഫ്ലോ ചെയ്ത് പോയത്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എർത്തിലേക്ക് ഫ്ലോ ചെയ്ത് പോയത് Q/n ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്ര? എർത്തിലേക്ക് ഫ്ലോ ചെയ്ത് പോയത് Q/2 ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n? n ഈസ് ഈക്വൽ ടു 2. കമൻറ്റ് ബോക്സിൽ അനക്കമൊന്നും ഇല്ല, മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മക്കളെ പെട്ടെന്ന് പറ, മനസ്സിലായോ ഇല്ലയോ? ചില ഉറപ്പായിട്ടും തന്നിരിക്കും. മനസ്സിലായോ ഇല്ലയോ? മക്കളെ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് കൺസെപ്റ്റ് അറിയാമെങ്കിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. കറക്റ്റ് കൺസെപ്റ്റ് അറിയാമെങ്കിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായിന്ന് ഡാ, മനസ്സിലായെങ്കിൽ മനസ്സിലാവുന്ന റെസ്പോണ്ട് ചെയ്യടാ. ആരും മിണ്ടുന്നില്ലടാ. മനസ്സിലായി സാർ? ആ ആയോന്ന് എൻ്റെ അടുക്ക ചോദിക്കുന്നു. അഖിലനീഷിന് പ്രാന്തായോടാ? ഓക്കെ, ഗുഡ്, ക്ലിയർ. അഖിലനീഷ്, അനശ്വര, ആതിര എല്ലാവരും മനസ്സിലായി എന്ന് പറയുന്നു. താങ്ക് യു മക്കളെ. എനിക്ക് കോൺസെൻട്രിക് സ്പിയറിനെ ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. കോൺസെൻട്രിക് സ്പിയർ നല്ലൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ നല്ലൊരു ഏരിയ ആണ്. JEE Main ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ പറ്റിയൊരു ഏരിയ ആണ് ആരെന്ന് പറയുന്നത്? കോൺസെൻട്രിക് സ്പിയർ എന്ന് പറയുന്നത്. ഓക്കെ, ലാഗുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ടഫാക്കിയാലോ? ടഫാക്കാം. ലാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി സ്ലോ എന്നാണോ? ഞാൻ എന്നാൽ സ്പീഡ് കൂട്ടാം, ക്വസ്റ്റ്യൻ്റെ സ്പീഡ് കൂട്ടാം.
മക്കളെ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ, അതിനു മുന്നേ ഞാൻ അതിൻ്റെ ഒരു തിയറിയും കൂടെ പറഞ്ഞോട്ടെ മക്കളെ. ഞാൻ രണ്ട് സ്ഫിയറിൻ്റെ കേസിൽ പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഇനി മൂന്ന് സ്ഫിയറിൻ്റെ കേസിൽ ഞാനൊന്ന് പൊട്ടൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആ തിയറി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഞാൻ നോക്കൂ മക്കളെ, മൂന്ന് സ്ഫിയർ ഉണ്ട്. ഇവൻ്റെ കയ്യിലെ ചാർജ് Q1, മിഡിൽ സ്ഫിയറിലെ കയ്യിലെ ചാർജ് Q2, അവൻ്റെ കയ്യിലെ ചാർജ് Q3. എടാ കേട്ടോ, ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R1, ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R2, ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R3. പറയല്ലേ, അപ്പോൾ ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R1, ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R2, ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ പറഞ്ഞേ മക്കളെ. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. ഈ മൂന്ന് പോയിന്റിലെ പൊട്ടൻഷ്യൽ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഏറ്റവും ഇന്നർമോസ്റ്റ് സ്ഫിയർ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് KQ1/R1 പ്ലസ് KQ2/R2 പ്ലസ് KQ3/R3 എന്നാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നർമോസ്റ്റ് സ്ഫിയറിലെ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് KQ1/R1 പ്ലസ് KQ2/R2 പ്ലസ് KQ3/R3 എന്നാണ്. മക്കളെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ബി? പൊട്ടൻഷ്യൽ അറ്റ് ബി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് ഡെറിവേഷൻ പറയാനുള്ള സമയം ഇല്ല. ഇതിൻ്റെ ഡെറിവേഷൻ തന്നെ പറയാൻ പോയാൽ കുറേ സമയം എടുക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ അതൊന്ന് ഓർപ്പിക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ മക്കളെ, പൊട്ടൻഷ്യൽ അറ്റ് ബി എന്ന് പറയുന്നത് KQ1/R2 പ്ലസ് KQ2/R2 പ്ലസ് KQ3/R3 എന്നാണ്. ഓക്കെ, എന്താണ് റീസൺ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ബി എന്ന് പറയുന്ന പോയിന്റ് ഇന്നർ സ്ഫിയറിൻ്റെ ഔട്ടർ മോസ്റ്റ് പോയിന്റാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് സി എന്ന് പറയുന്നത് KQ1/R3 പ്ലസ് KQ2/R3 പ്ലസ് KQ3/R3 എന്നാണ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നർമോസ്ഫിയറിലെ പൊട്ടൻഷ്യലാണ് KQ1/R1 പ്ലസ് KQ2/R2 പ്ലസ് KQ3/R3. ഇനി എന്താ മക്കളെ, മിഡിൽ സ്ഫിയറിലെ പൊട്ടൻഷ്യലാണ് KQ1/R2 പ്ലസ് KQ2/R2 പ്ലസ് KQ3/R3. ഇനി ഔട്ടർ മോസ്റ്റ് പോയിന്റിലെ പൊട്ടൻഷ്യലാണ് KQ1/R3 പ്ലസ് KQ2/R3 പ്ലസ് KQ3/R3. ഓക്കെ മക്കളെ, എഴുതിയിരിക്കുന്ന സെയിം ആണല്ലോ, കറക്റ്റ് ആണല്ലോ. എടാ, എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് എന്നെ ഓർമ്മിക്കേണ്ടത് കേട്ടോ. എഴുതിയിരിക്കുന്ന കറക്റ്റാന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അനക്കമൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഫോമിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഒന്ന് എഴുതി വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. മക്കളെ, കോൺസെൻട്രിക് സ്ഫിയർ നല്ലൊരു സെക്ഷനാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. കോൺസെൻട്രിക് സ്ഫിയർ നല്ലൊരു സെക്ഷനാണ്. ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ചോദിക്കാം. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ കുറച്ച് ഈസി ക്വസ്റ്റ്യൻ ആണ്, അതിനേക്കാൾ കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഏരിയ ആണ്. ഓക്കെ, ഗുഡ്. എന്നാ പറ മക്കളെ, ആ തിയറി മനസ്സിലായെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചേ മക്കളെ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു പ്ലസ് സിഗ്മയും കൂടെ നിങ്ങൾ ഇട്ടേക്കണം. 3 concentric metal shells A, B and C. പറയല്ലേ, 3 concentric spherical shells A, B and C of respective radii A, B and C have surface charge density. ഇവിടെ ഒരു കാര്യം കൂടെ, ഞാൻ ഒരു കാര്യം ചെറുതായിട്ടൊന്ന് എഴുതി ചേർത്തു. പ്ലസ് സിഗ്മ, മൈനസ് സിഗ്മ ആൻഡ് പ്ലസ് സിഗ്മ. മക്കളെ, ഇവിടെ ഒരു പ്ലസ് സിഗ്മയും കൂടെ ഞാൻ എഴുതി ചേർത്തു, അതും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേക്കണേ. പ്ലസ് സിഗ്മ, മൈനസ് സിഗ്മ ആൻഡ് പ്ലസ് സിഗ്മ റെസ്പെക്റ്റീവ്ലി. ഒന്നുകൂടെ, പ്ലസ് സിഗ്മ, മൈനസ് സിഗ്മ ആൻഡ് പ്ലസ് സിഗ്മ റെസ്പെക്റ്റീവ്ലി. ആരാടാ സിഗ്മ? ചാർജ് ഡെൻസിറ്റി. സിഗ്മയിൽ നിന്ന് എങ്ങനെ ചാർജിനെ കണ്ടുപിടിക്കാം? സിഗ്മ അറിയാമെങ്കിൽ എങ്ങനെ ചാർജിനെ കണ്ടുപിടിക്കാം? പെട്ടെന്ന് പറ. മക്കളെ, സിഗ്മേനെ ഏരിയ കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ ചാർജ് കിട്ടും. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ, സിഗ്മേനെ ഏരിയ കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? ചാർജ് കിട്ടും. സർഫസ് ഏരിയ കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? ചാർജ് കിട്ടും. അപ്പോൾ സിഗ്മേനെ സർഫസ് ഏരിയ കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? ചാർജ് കിട്ടും. മക്കളെ, ക്ലിയർ? മക്കളെ, ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസ് ഉണ്ട്. 1, 2, 3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട് മക്കളെ? 3 കോൺസെൻട്രിക് ആയിട്ടുള്ള സ്പെറിക്കൽ ഷെൽസ് ആണുള്ളത്.
3 കോൺസെൻട്രിക് സ്പെറിക്കൽ ഷെൽസാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കുറഞ്ഞ ആളുടെ റേഡിയസ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആളുടെ റേഡിയസ് എന്ന് പറയുന്ന എ ആണ്. ഏറ്റവും ചെറിയ ആളുടെ റേഡിയസ് എന്ന് പറയുന്ന എ ആണ്. അടുത്ത ആളുടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? അടുത്ത ആളുടെ റേഡിയസ് എന്ന് പറയുന്നത് ബി ആണ്. അടുത്ത ആളുടെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? അടുത്ത ആളുടെ റേഡിയസ് എന്ന് പറയുന്നത് സി ആണ്. ഇനി അവർ പറഞ്ഞിരിക്കുന്നു ഇവൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, അതാണ് ഞാൻ ഇവിടെ ഒന്ന് എഴുതി ചേർത്തത്. ഇവൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, ഇവൻ്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ, ഇവൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. യെസ് വെരി ഗുഡ്. ഇവൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ, ഇവൻ്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ, ഇവൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ആ ഏരിയ എനിക്ക് ആര് പറഞ്ഞു തരും മക്കളെ? സോറി, എല്ലാം പോയി. ഇവൻ്റെ ചാർജ് എനിക്ക് ആര് പറഞ്ഞു തരും മക്കളെ? ഇവനിൽ എത്ര ചാർജ് ഉണ്ട്? ഇന്നർ സ്പിയറിൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. ഇന്നർ സ്പിയറിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്താ മക്കളെ? പ്ലസ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? അവൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മയാണ്. പ്ലസ് സിഗ്മേനെ സിഗ്മ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. അവൻ്റെ സർഫസ് ഏരിയ എത്ര വരും മക്കളെ? ഇന്നർ സ്പിയറിന് എത്ര റേഡിയസ് ഉണ്ട് മക്കളെ? എ റേഡിയസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ സർഫസ് ഏരിയ എത്ര വരും മക്കളെ? അവൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πa² ആണ്. അവൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πa² ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ Q1 കിട്ടി. ഇവൻ്റെ കയ്യിലെ ചാർജാണ് Q1 കിട്ടി. അപ്പോൾ Q1 എത്രയാണെന്ന് കിട്ടി മക്കളെ? സിഗ്മ ഇൻറ്റു 4πa². സിഗ്മ ഇൻറ്റു 4πa². ഇനി പറയട്ടെ, ഇവൻ്റെ കയ്യിലെ ചാർജ് നമുക്ക് Q2 എന്ന് പറയുന്നത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിലെ ചാർജ് പറഞ്ഞേ മക്കളെ? അവൻ്റെ കയ്യിലെ ചാർജ് നമുക്ക് Q2 എന്ന് പറയുന്നത് കൊടുക്കാം. അവൻ്റെ കയ്യിലെ ചാർജ് പറഞ്ഞേ മക്കളെ? ചാർജിൻ്റെ ഫോർമുല സിഗ്മ ഇൻറ്റു ഏരിയ അല്ലേടാ. പക്ഷേ മിഡിൽ സ്പിയറിൻ്റെ ചാർജ് സിഗ്മ എന്ന് പറഞ്ഞാൽ മൈനസ് സിഗ്മയാണ്. അവൻ്റെ പ്ലസ് സിഗ്മയല്ല, മൈനസ് സിഗ്മയാണ്. എന്ന് പറഞ്ഞാൽ അവൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ സിഗ്മ ഇൻറ്റു ഏരിയ കൊടുക്കണം. അവൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് മിഡിൽ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന ബി ആണ്. അപ്പോൾ അവൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πb² ആണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ചാർജ് എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു 4πb² അല്ല, അവൻ്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയാണ്. അപ്പോൾ അവൻ്റെ ചാർജ് എന്ന് പറയുന്നത് മൈനസ് സിഗ്മ ഇൻറ്റു 4πb² ആണ്. അടുത്ത Q3. ഔട്ടർ സ്പിയറിലെ ചാർജാണ് Q3. ഔട്ടർ സ്പിയറിലെ ചാർജ് പറ. അവൻ്റെ ചാർജ് ഡെൻസിറ്റി എത്ര മക്കളെ? അവൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ തന്നെയാണ്. അപ്പോൾ പ്ലസ് സിഗ്മേനെ നമുക്ക് സിഗ്മ എന്ന് എടുക്കാം അല്ലേ? അവൻ്റെ സർഫസ് ഏരിയ എത്ര മക്കളെ? 4π റേഡിയസിൻ്റെ സ്ക്വയർ. അവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന സി ആണ്. അപ്പോൾ സിഗ്മ ഇൻറ്റു 4πc² എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ ഇൻറ്റു 4πc². എല്ലാം കിട്ടിയല്ലോ? എല്ലാം കിട്ടിയില്ല, ആൻസർ കിട്ടിയില്ല. ഓക്കെ, ഞാൻ ദ പൊട്ടൻഷ്യൽ ഓഫ് ഷെല്ല് ബി എന്താ മക്കളെ? ബി നടുക്കത്തെ ഷെല്ലാണ്. നടുക്കത്തെ ഷെല്ലിലെ പൊട്ടൻഷ്യലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പൊട്ടൻഷ്യൽ ഓഫ് ഷെല്ല് ബി. അപ്പോൾ ബി എന്ന് പറയുന്ന നടുക്കത്തെ ഷെല്ലാണ്. അപ്പോൾ നടുക്കത്തെ ഷെല്ലിലെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. മിഡിൽ സ്പിയറിലെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. മിഡിൽ സ്പിയറിലെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. ആര് പറയുമെന്ന് നോക്കട്ടെ. ആൻസറൊക്കെ പറഞ്ഞു. എന്ത് പറ്റി മക്കളെ? നിങ്ങളെല്ലാം നന്നായോ? ചറപ്പുറ ആൻസറാണല്ലോ. അരവിന്ദ്, അഖിൽ, അരവിന്ദ് തന്നെ 3 തവണ പറഞ്ഞതാണോ? സിദ്ധാർത്ഥ് ഓപ്ഷൻ 4 ആണോ? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു ഏരിയ. ചേടാ, നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമാണ് തന്നിരിക്കുന്നത്. പെട്ടെന്ന് ആൻസർ പറയുക. മക്കളെ എഴുതിയിരിക്കുന്നത് എങ്ങും മിസ്റ്റേക്ക് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി പറയട്ടെ, എന്താ വേണ്ടത്? നമുക്ക് മിഡിൽ സ്പിയറിലെ പൊട്ടൻഷ്യലാണ് വേണ്ടത്. മിഡിൽ സ്പിയറിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് ബി ആണ്. ഫോർമുല എന്താ പിള്ളേരെ? KQ1/R2 + KQ2/R2 + KQ3/R3 ആണോ? അപ്പോൾ നമുക്ക് വേണ്ടത് മിഡിൽ സ്പിയറിലെ പൊട്ടൻഷ്യലാണ് അല്ലേ? നമുക്ക് വേണ്ടത് മിഡിൽ സ്പിയറിലെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ മിഡിൽ സ്പിയറിലെ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പറയട്ടെ, K ഇൻറ്റു Q1/R2 + K ഇൻറ്റു Q2/R2 + K ഇൻറ്റു Q3/R3 എന്നാണ്. K ഇൻറ്റു Q1/R2 + K ഇൻറ്റു Q2/R2 + K ഇൻറ്റു Q3/R3 എന്നാണ്. പറയട്ടെ, കേക്ക് എന്ത് കൊടുക്കാടാ? കേക്ക് 1/4πε0 എന്ന് കോമൺ എടുത്താൽ കേനെ അങ്ങ് കോമൺ എടുക്കാം അല്ലേ? കേനെ അങ്ങ് കോമൺ എടുത്താൽ ഫോർമുല ഇങ്ങനെ മാറത്തില്ലേ മക്കളെ? കെ അങ്ങ് കോമൺ എടുത്താൽ ഫോർമുല ഇങ്ങനെ മാറത്തില്ലേടാ പിള്ളേരെ? അപ്പോൾ കെ അങ്ങ് കോമൺ എടുക്കുന്നു. കെ എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. സോ വാട്ട് ഈസ് Q1 എന്ന് പറയുന്നത് സിഗ്മ 4πa² ബൈ R2 എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് മിഡിൽ സ്പിയർ ബി ആണ്. ഇനി Q2 എന്ന് പറയുന്നത് എത്ര മക്കളെ? Q2 എന്ന് പറഞ്ഞാൽ മൈനസ് സിഗ്മ 4πb² ആണ്. അവൻ്റെ R2 എന്ന് പറയുന്നത് എത്ര തന്നെയാണ് മക്കളെ? ബി തന്നെയാണ്. അടുത്ത എന്താ മക്കളെ? Q3 എന്ന് പറയുന്നത് സിഗ്മ 4πc² ആണ് അല്ലേ? അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര പിള്ളേരെ? അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സി ആണ്. മക്കളെ ആരും മിണ്ടുന്നില്ലല്ലോടാ.
വെരി ഗുഡ്. 4π കോമൺ എടുത്താൽ ഈ 4πയുമായിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി പറോക്കളെ, ഇനി ആരെ കോമൺ എടുക്കാം? സിഗ്മേനെ കോമൺ എടുക്കാം. ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്ന് സിഗ്മേനെ കോമൺ എടുക്കാം. ബ്രാക്കറ്റിൻ്റെ അകത്തുനിന്ന് സിഗ്മേനെ കോമൺ എടുത്താൽ ഇത് σ/ε0 എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് എഴുതാം പിള്ളേരെ? a² - b² എന്ന് വരും. a² - b² എന്ന് പറയുന്ന വരും. ഇവിടെ ഒരു സിയും ക്യാൻസൽ ആവും. അപ്പോൾ അവിടെ +c മാത്രം ബാക്കി വരും. സോ ദിസ് ഈസ് ദ ആൻസർ. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഉണ്ട്. ആൻസർ ഏത് വരും പിള്ളേരെ? ഓപ്ഷൻ സി. ആൻസർ ഏത് വരും പിള്ളേരെ? ഓപ്ഷൻ സി അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്താ മക്കളെ? ഓപ്ഷൻ സി ആണ്. മക്കളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്ര മക്കളെ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കേട്ടോ? അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കുഴപ്പമില്ലല്ലോ. അയ്യോ സോറി ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി. ഓപ്ഷൻ 4 സോറി മൈ മിസ്റ്റേക്ക്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് മക്കളെ. ഇനി സമയം കളയുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ, ഒരു തുടക്കമായതുകൊണ്ടാണ് കുറച്ച് ലാഗ് വന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആവും. ഓപ്ഷൻ സി അല്ല മക്കളെ, സോറി ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ്. ഓപ്ഷൻ 4 വീണ്ടും വരുന്നു. ഇൻറ്റിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ദാ വീണ്ടും വരുന്നു. മക്കളെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്താ മക്കളെ? K⁴R എന്നാണ്. ഒരു കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്താ മക്കളെ? പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്ന് പറയുന്നത് K⁴R എന്നാണ്. ഒരു കണ്ടക്ടിങ് സ്പിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കണ്ടക്ടിങ് സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് K⁴R ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി? വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി? മക്കളെ ഒരു കണ്ടക്ടിങ് സ്പിയർ ഉണ്ട്, അല്ലെങ്കിൽ കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെല്ലുണ്ട്. അവൻ്റെ കയ്യിൽ Q ചാർജ് ഉണ്ട്. അവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R ആണ്. കേട്ടോ? അവൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്ന് പറയുന്നത് K⁴R എന്നാണ്. അവൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല, അവൻ്റെ ഒരു സർഫസിലെയോ അവൻ്റെ ഏതൊരു പോയിന്റിലെയും പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്ന് പറയുന്നത് K⁴R എന്നാണ്. പക്ഷേ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമുല അറിയുമോ മക്കളെ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമുല എന്ന് പറയുന്നത് K⁴2R എന്നാണ്. ആണോ? അവൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമുല എന്ന് പറയുന്നത് എന്താ മക്കളെ? K⁴2R എന്നാണ്. അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ എനർജി സ്റ്റോർഡിൻ്റെ ഫോമുല, സെൽഫ് എനർജി എന്നൊക്കെ പറയും. അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് K⁴2R ആണ്. ഈ ഒരു തിയറി മനസ്സിൽ വച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ അവൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്ന് പറയുന്നത് K⁴R ആണ്. അവൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോമുല എന്ന് പറയുന്നത് K⁴2R ആണ്. മക്കളെ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ ഒരു ഷോർട്ട് കട്ടായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. പറയോക്കളെ, എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഫോമുല എന്താ? Q²/2C അല്ലേടാ പിള്ളേരെ? അല്ലേ? എനിക്കിപ്പോൾ ഒരു സംശയമായി അല്ലേ? ½ CV² ഉണ്ട്, അല്ലെങ്കിൽ ½ QV ഉണ്ട്, അല്ലെങ്കിൽ Q²/2C ഉണ്ട് അല്ലേ? അപ്പോൾ Q² ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറയുവാണ്. പറയോക്കളെ, ഒരു കണ്ടക്ടിങ് സ്പിയറിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല 4πε0R എന്നാണ്. ഇനി അപ്പോൾ ഇവിടെ എന്ത് വരും മക്കളെ? 1/4πε0 ഇല്ലേടാ? 1/4πε0ക്ക് എന്തെന്നും കൊടുക്കാം പിള്ളേരെ? K എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ Q²/2R. മക്കളെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്ന് വേറെ നമുക്ക് ആക്ച്വൽ ഡെറിവേഷൻ ഉണ്ട്. കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സെൽഫ് എനർജി ഡെറൈവ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഈ ഫോമുല അപ്ലൈ ചെയ്താൽ. ഞാൻ ചുമ്മാ ഒരു ഷോർട്ട് കട്ട് വഴി അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു എളുപ്പ വഴി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. കേട്ടോ? അപ്പോൾ എന്താ മക്കളെ? കണ്ടക്ടിങ് സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ മക്കളെ? K⁴2R ആണ്. ഓക്കെ, എന്നാ പറയോക്കളെ ഈ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ പറയോക്കളെ എന്താ പറഞ്ഞിരിക്കുന്നത്? 27 similar drops of mercury. Each are maintained at 10 volt each. All these spherical drops combined into a single bigger drop. The potential energy of the bigger drop is dash times that of the smaller drop. ഈ ക്വസ്റ്റ്യൻ നമ്മളെല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ഇത് മാത്രമേ നമ്മുടെ കണ്ണിപ്പെടത്തുള്ളൂ.
ഇത് മാത്രമേ കണ്ണിപ്പെടത്തുള്ളൂ, പൊട്ടൻഷ്യൽ. പക്ഷേ അവർ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബിഗർ ഡ്രോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബിഗർ ഡ്രോപ്പ് ഡാഷ് ടൈംസ് ദാറ്റ് ഓഫ് സ്മാളർ ഡ്രോപ്പ്. ആര് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇത് പറയുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് പറയുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു സമ്മാനം. അഡ്രസ്സ് അയച്ചാൽ വീട്ടിൽ അയച്ചു തരും. ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയുന്നവർക്ക് അധികം സമയമൊന്നുമില്ല, 1 മിനിറ്റ് സമയം. മക്കളെ പെട്ടെന്ന് വേണം. ആരുടെ എനക്കില്ല. 1 മിനിറ്റ് സമയം. മക്കളെ പെട്ടെന്ന് പറയാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എല്ലാ ഏരിയയും ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വരണം. ഇത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്ത് വരണം. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ മിക്കവാറും തെറ്റിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മോഡലൊന്നും ഇട്ടതെന്നേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ, കേട്ടോ. പൊട്ടൻഷ്യലിൻ്റെ ഫോമുല, കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല KQ/R 32 ടൈംസ് പറയുന്നുണ്ട്. EC പറഞ്ഞു 243 ടൈംസ്. ആരാ EC? സാറേ അറിയുമോ? EC എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയാനാ മോനെ? 9 മക്കളെ പൊട്ടൻഷ്യലാണ് 9 ടൈംസ് ആവുന്നത്, കേട്ടോ. നെക്സസ് പൊട്ടൻഷ്യൽ, അതാണ് ഈ ക്വസ്റ്റ്യനിലെ ചതിക്കുഴി. പൊട്ടൻഷ്യലാണ് 9 ടൈംസ് ആവുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ EC ആൻസർ പറഞ്ഞിട്ടുണ്ട്. EC അഡ്രസ്സ് അയക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു സമ്മാനം അയച്ചു തരാം. ഓക്കെ, പറവക്കളെ 27 സിമിലർ ഡ്രോപ്സ് ഓഫ് മെർക്കുറിയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പിൻ്റെ റേഡിയസ് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഒരു ഡ്രോപ്പിൻ്റെ റേഡിയസ് 6 ആണ്. അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു മക്കളെ? Q ചാർജ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫോമുല ഫോർ ദ പൊട്ടൻഷ്യൽ? അവൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്ന് പറയുന്നത്, അവൻ്റെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്ന് പറയുന്നത് KQ/R ആണ്. സോ ദാറ്റ് KQ/R ഈസ് ഗിവൺ ആസ് എത്ര മക്കളെ? 10 വോൾട്ട്. സോ ദാറ്റ് KQ/R ഈസ് വാട്ട്? 10. ആ KQ/R ആണ് 10. അതൊന്ന് മനസ്സിൽ വച്ചേക്കാം. പറവക്കളെ ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ KQ/R ആണ് 10. അത് മനസ്സിലായല്ലോ. കാര്യം അവരുടെ പൊട്ടൻഷ്യൽ 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് അല്ലേടാ പിള്ളേരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ മക്കളെ അവർ ചോദിച്ചിരിക്കുന്നത്? ഇതുപോലുള്ള അല്ലേ, ഇതുപോലുള്ള എത്ര മക്കളെ? 27 സ്പിയർ കമ്പൈൻ ചെയ്തിട്ടാ. ഇതുപോലുള്ള 27 സ്പിയർ കമ്പൈൻ ചെയ്തിട്ട് അവർ അതിനൊരു ലാർജ് സ്പിയർ ആക്കി മാറ്റി. എന്നാ പറ, ആ ലാർജ് സ്പിയറിൽ എത്ര ചാർജ് കാണും പിള്ളേരെ? ആ ലാർജ് സ്പിയറിലെ ചാർജ് ഞാൻ ക്യാപിറ്റൽ Q എന്ന് കൊടുക്കാം. ലാർജ് സ്പിയറിലെ ചാർജ് ഞാൻ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് കൊടുക്കാം. ലാർജ് സ്പിയറിലെ ചാർജ് ഞാൻ എത്ര എന്ന് കൊടുക്കാം മക്കളെ? ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് എത്ര മക്കളെ? 27Q. അപ്പോൾ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന എത്ര മക്കളെ? 27Q ആണ്. ഇവിടെ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന എത്ര മക്കളെ? 27Q. ഇവിടെ മക്കളെ ക്ലിയർ ആണല്ലോ. എന്നാ പറ മക്കളെ, വലിയ സ്പിയറിൻ്റെ റേഡിയസ് എനിക്ക് അറിയത്തില്ല. വലിയ സ്പിയറിൻ്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ R എന്ന് എടുക്കുന്നു. ഓക്കെ ആണ്, വലിയ സ്പിയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് എടുക്കും. എന്നാ പറ മക്കളെ, ആ ക്യാപിറ്റൽ R എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കേസിൽ വോളിയം എന്തായിരിക്കും മക്കളെ? വോളിയം കൺസേർഡ് ആയിരിക്കും. അപ്പോൾ 27 സ്മാളർ ഡ്രോപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് 27 × 4/3 πr³ ആണ്. 27 സ്മാളർ ഡ്രോപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് 27 × 4/3 πr³ ആണ്. അങ്ങനെയാണെങ്കിൽ ലാർജർ ഡ്രോപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 π ക്യാപിറ്റൽ R³ ആണ്. കാര്യം വോളിയം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വോളിയം കൺസേർഡ് ആയിരിക്കും ഡ്യൂറിങ് ദിസ് പ്രോസസ്. നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലൊക്കെ പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആര് വെട്ടിപ്പോവും മക്കളെ? 4/3 π വെട്ടിപ്പോവും. 4/3 π വെട്ടിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെന്ന് കിട്ടും മക്കളെ? R³ എന്തെന്ന് കിട്ടും മക്കളെ? R³ 27 ടൈംസ് സ്മാൾ R³ എന്ന് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ R 27 ടൈംസ് സ്മാൾ R എന്ന് പറയുന്നത് കിട്ടും. അയ്യോ സോറി, ക്യൂബ് റൂട്ട് എടുത്താൽ മൊത്തം തെറ്റുവാണല്ലോ മക്കളെ. ക്യൂബ് റൂട്ട് എടുത്താൽ ഇവിടെ R³ ക്യൂബ് റൂട്ട് 6 ആണ്, 27 ക്യൂബ് റൂട്ട് 3 ആണ്, R³ ക്യൂബ് റൂട്ട് 6 ആണ്. അപ്പോൾ ക്യാപിറ്റൽ R കിട്ടി മക്കളെ. ക്യാപിറ്റൽ R 3R. ഓക്കെ മക്കളെ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബിഗർ ഡ്രോപ്പ് ഈസ് ഡാഷ് ടൈംസ് ദാറ്റ് ഓഫ് സ്മാളർ ഡ്രോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ സ്മാളർ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എഴുതണം. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്മാളർ ഡ്രോപ്പ്? KQ² 2R.
ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താടാ? പൊട്ടൻഷ്യലിൻ്റെ ഫോർമുലയാണ് എവിടെ ഞാൻ മാച്ച് കളഞ്ഞു. അത് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുലയാണ് K3/R. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ പിള്ളേരെ? K2²/2R ആണ് അല്ലേ? അപ്പോൾ സ്മാളർ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് കിട്ടി മക്കളെ? K2²/2R. മക്കളെ പഠിപ്പിച്ചല്ലേടാ, പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല K3/R അല്ലേ? പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല K3/R. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്താ മക്കളെ? K2²/2R. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് പറഞ്ഞേടാ. ഇവൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് പറഞ്ഞേ. ഇവൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് U' എന്ന് പറയുന്നത് കൊടുക്കാം. വലിയ സ്ക്വയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി U' എന്ന് പറയുന്നത് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? K2²/2R എന്ന് പറയുന്നത് കിട്ടും. 2R എന്ന് കിട്ടും ആണോ? അപ്പോൾ K2²/2R എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും മക്കളെ? K ഇൻറ്റു ആണോ? Q² എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 27Q ഇൻറ്റു 27Q ആണ് അല്ലേ? അപ്പോൾ 27Q ഇൻറ്റു എന്താ പിള്ളേരെ? 27Q ആണ് ആണോ? സോ ദാറ്റ്സ് ഈക്വൽ ടു 27Q ഇൻറ്റു 27Q ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇതെത്രയാണെന്ന് കിട്ടും മക്കളെ? R നമുക്ക് 3R എന്ന് കൊടുക്കാം. അപ്പോൾ R നമുക്ക് 3R എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ R എന്തെന്ന് കൊടുക്കാം പിള്ളേരെ? 3R എന്ന് പറയുന്നത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3യും 27 വെട്ടി എത്രയാണെന്ന് കിട്ടും മക്കളെ? 9 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 3യും 27 വെട്ടിയാൽ എത്രയാണെന്ന് പറയുന്നത് കിട്ടും മക്കളെ? 9 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ U' എന്ന് പറയുന്നത് ബാക്കി പറഞ്ഞേ K ഉണ്ട്, പിന്നെ ആരുണ്ട് മക്കളെ? Q ഇൻറ്റു Q എന്തെന്ന് എഴുതി ഞാൻ? Q² എന്ന് എഴുതി. താഴെ ആരുണ്ട് പിള്ളേരെ? 2R എന്ന് എഴുതി അല്ലേ? K2²/2R എന്ന് എഴുതി. മക്കളെ മനസ്സിലായോ? ബാക്കി ആരൊക്കെ ബാക്കി കിടപ്പുണ്ട്? ബാക്കി ഒരു 27 ഇൻറ്റു 9 ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ 27 ഇൻറ്റു 9 ബാക്കി കിടപ്പുണ്ട്. എന്നാ പറ മക്കളെ? അപ്പോൾ U' ഈസ് ഈക്വൽ ടു പറ. ഇതാരാ മക്കളെ? ഇതാണ് ചെറിയ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന U ആണ്. 27 ഇൻറ്റു 9 എന്ന് പറയുന്ന 243 ആണ്. അപ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര ടൈംസ് ആയിട്ട് മാറും മക്കളെ? 243 ടൈംസ് ആയിട്ട് മാറും. അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 243 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 243 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളെ മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞേ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒരു സ്പിയർ ഒരു കണ്ടക്ടിങ് സ്പെറിക്കൽ ഷെല്ലുണ്ട്, അവൻ്റെ കയ്യിൽ Q ചാർജ് ഉണ്ട്, അവൻ്റെ റേഡിയസ് എന്ന് പറയുന്ന R ആണെങ്കിൽ അവൻ്റെ എനി പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് K3/R ആയിരിക്കും. അവൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ഇനി പറയല്ലേ, അവൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് K2²/2R ആണ്, അല്ലെങ്കിൽ സെൽഫ് എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് K2²/2R ആണ്. മക്കളെ മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അരവിന്ദ് മനസ്സിലായി? ഓക്കെ, ഓക്കെ, എനിക്ക് വീണ്ടും മടുത്തു. സ്പിയറിൻ്റെ കാര്യം പഠിപ്പിച്ചും വീണ്ടും മടുത്തു. ഓക്കെ മക്കളെ, അപ്പം നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ചെയ്തു. ഈ 5 ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്മോനൊക്കെ വന്നിട്ടുണ്ട്. ടെക്മോൻ സെറ്റ്, മിസ്റ്റർ ബീൻ ഓക്കെ, തംസ് അപ്പ്. അഖിലനീഷ് ആയി, ഓക്കെ ഗുഡ്. അപ്പോൾ എനിക്ക് വീണ്ടും മടുത്തു മക്കളെ. ഞാൻ വീണ്ടും വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, ഫിഗർ ഇത്തിരി ലേശം ക്ലാരിറ്റി കുറവുണ്ടല്ലേ മക്കളെ? സദറുൽ അനാം സാർ ഓർമ്മയുണ്ടോ മോനെ? നേരിട്ട് കണ്ട അറിയായിരിക്കും കൂടെ മോനെ. പേര് കേട്ടിട്ട് ഏത് ബാച്ചെന്ന് പറയാമോ? ഓക്കെ, കം ടു ദ പോയിന്റ്. എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഒരു ഏരിയയിൽ കൂടെ പോകുന്നു, മറ്റൊരു ഏരിയയിൽ കൂടെ നമ്മൾ പോകുന്നു. ഓക്കെ ആണോ? എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 100 വോൾട്ട് പെർ മീറ്റർ ഈസ് ഡയറക്റ്റഡ് അറ്റ് 30 degree with the positive x-axis as shown in the figure. Find potential difference between VB minus VA. Find potential difference VB minus VA. OA equal to 2 meter, OB equal to 4 meter. മക്കളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ തിയറി ഒന്ന് പറഞ്ഞു തരട്ടെ. 2 പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് VB മൈനസ് VA ആണ്. VB മൈനസ് VA കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ E.dr എന്നാണ്. പഠിച്ചിട്ടുണ്ടോ? മൈനസ് E.dr എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്ന തിയറിയാണ്. സാർ ട്രിവാൻഡ്രം ബാച്ച്. ഓക്കെ, ട്രിവാൻഡ്രം ബാച്ചാണ്. കണ്ടറിയായിരിക്കും മോനെ ഉറപ്പായിട്ടും.
ഓക്കെ, അപ്പോൾ എന്താ മക്കളെ, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഈ ഫോമുല പഠിച്ചിട്ടുണ്ട്. വി ബി മൈനസ് വി എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ ആണ്. പഠിച്ചിട്ടുണ്ടല്ലോ. വി ബി മൈനസ് വി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ ആണ്. മക്കളെ അവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ, ഇഫ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം, ആര് പുറത്തിറങ്ങും? ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ ഈ പുറത്തിറങ്ങുമല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഇൻ്റഗ്രൽ ഡി ആർ എന്ന് പറയുന്ന വരും. ഇൻ്റഗ്രൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ആർ ആണ്. ഓക്കെ, അപ്പോൾ വി ബി മൈനസ് വി എന്ന് പറയുന്ന മൈനസ് ഇ ഡോട്ട് ആർ എന്ന് കിട്ടും. ശ്രദ്ധിച്ചോണം, ആർ വെക്ടർ ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ആയിരിക്കണം. ആർ വെക്ടർ ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ആയിരിക്കണം. ഒപ്പം തന്നെ എന്താ മക്കളെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കണം, അഥവാ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന യൂണിഫോം ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഈ തിയറി മനസ്സിൽ വെച്ചിട്ട് വേണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ നമുക്ക് ഈ ഫോമുലയിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ വി ബി മൈനസ് വിയുടെ ഫോമുല എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ ആണ്. അപ്പോൾ വി ബി മൈനസ് വി ക്ക് നമുക്ക് മൈനസ് ഇ ഡോട്ട് ആർ എന്ന് എഴുതാം. ഇഫ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം, ഇഫ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം. വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ പറ മക്കളെ, ചെയ്തേ മക്കളെ. മക്കളെ ഞാൻ ഫിഗർ നിങ്ങൾക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വരച്ച് കാണിച്ചേക്കാം. ഫിഗർ ലേശം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ വരച്ച് കാണിച്ചേക്കാം. മക്കളെ ഇവിടെയാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെയാണ് എ എന്ന് പറയുന്ന പോയിന്റ്. മക്കളെ ഇവിടെയാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. കേട്ടോ. ഇനി ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് മക്കളെ കാണിച്ചിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. കാര്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് 100 വോൾട്ട് പെർ മീറ്റർ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് 100 വോൾട്ട് പെർ മീറ്റർ ആണ്. ഒപ്പം തന്നെ ഇത് എക്സാക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. ഓക്കെ, 30 ഡിഗ്രി തന്നെ. ഓക്കെ, ചെയ്തേ മക്കളെ, പെട്ടെന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഇനി എ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? ഒ എ എന്ന് പറയുന്നത് 2 മീറ്റർ എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ഒ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. അപ്പോൾ ഒ എ എന്ന് പറയുന്നത് 2 മീറ്റർ എന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. സിമിലർലി ഒ ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ? 4 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? വി ബി മൈനസ് വി ആണ്. പെട്ടെന്ന് പറഞ്ഞേ. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഫ്ലക്സി ഓർമ്മയുണ്ട് മക്കളെ? ഫ്ലക്സി ഓർമ്മയുണ്ട്. SNS1 പറഞ്ഞു. സെതറുലനം ഓപ്ഷൻ 4 പറഞ്ഞു. ഓപ്ഷൻ 4 ആണോ മക്കളെ? ഓപ്ഷൻ 4 വരത്തില്ലല്ലോടാ മോനെ. ഒന്നുകൂടെ ഓക്കേടാ മക്കളെ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെ ഈ കളർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഈ കളർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ വൈറ്റ് അല്ല ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ലല്ലോ. ദാറ്റ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ദാറ്റ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഓക്കെ, പറ മക്കളെ. ഓപ്ഷൻ 1 പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പറ മക്കളെ, നമുക്ക് എന്താ വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയതുകൊണ്ട് തന്നെ വി ബി മൈനസ് വി എ എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയതുകൊണ്ട് തന്നെ വി ബി മൈനസ് വി എ എന്ന് പറയുന്നത് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം മൈനസ് ഇ വെക്ടർ ഡോട്ട് ആർ വെക്ടർ ആണ്. ആണോ? വി ബി മൈനസ് വി എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും പറയാം മൈനസ് ഇ വെക്ടർ ഡോട്ട് ആർ വെക്ടർ ആണ്. എന്നാ ഒന്ന് ഈ വെക്ടർ പറഞ്ഞേ പിള്ളേരെ. ഈ ഒന്ന് വെക്ടറാക്കി പറഞ്ഞേടാ പിള്ളേരെ. ഈ ഒന്ന് വെക്ടറാക്കി പറഞ്ഞേടാ. ഈ ഒന്ന് വെക്ടറാക്കി പറഞ്ഞേ. പറോക്കളെ ഇലക്ട്രിക് ഫീൽഡ് 100 ആണ്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. പറോക്കളെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്ര വരും മക്കളെ? അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങോട്ടേക്ക് 100 cos 30 വരും. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങോട്ടേക്ക് 100 cos 30 വരും. ഇങ്ങോട്ടേക്ക് എത്ര വരും പിള്ളേരെ? 100 sin 30 വരും. ആണോ? അങ്ങനെയാണെങ്കിൽ അതിനെ വെക്ടർ ഫോം ആക്കിയാൽ 100 cos 30 എന്ന് പറഞ്ഞാൽ 100 cos 30 എന്ന് പറഞ്ഞാൽ 100 × √3/2 എന്നാണ്. 100 × √3/2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് എത്രയാണെന്ന് വരും മക്കളെ? 50 √3 എന്ന് വരും. മക്കളെ ഇലക്ട്രിക് ഫീൽഡ് 100 തന്നെ അല്ലേടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് 50 √3 എന്ന് വരും. 100 sin 30 എന്ന് പറയുന്നത് എത്രയാണെന്ന് വരും പിള്ളേരെ? 50 എന്ന് പറയുന്നത് വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 100 ആണ്. വിച്ച് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്താൽ ഇത് 100 cos 30 വരും. ഇത് 100 sin 30 വരും. അപ്പോൾ 100 cos 30 എന്ന് പറഞ്ഞാൽ 100 × √3/2 ആണ്. സോ ദാറ്റ് ഈസ് 50 √3 ആണ്. 100 sin 30 എന്ന് പറഞ്ഞാൽ 100 × 1/2 ആണ്. സോ ദാറ്റ് ഈസ് 50 ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ ഫോമിൽ എഴുതിയാൽ 50 √3 i ക്യാപ്പ് പ്ലസ് 50 j ക്യാപ്പ് എന്ന് വരും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. 50 √3 i ക്യാപ്പ് പ്ലസ് 50 j ക്യാപ്പ് എന്ന് പറയുന്ന വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ വെക്ടർ ഫോമിൽ എഴുതിയാൽ ഇറ്റ് ഈസ് വാട്ട്? 50 √3 i ക്യാപ്പ് പ്ലസ് 50 j ക്യാപ്പ്. ഇനി എന്താ മക്കളെ? ആർ വെക്ടർ ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം എ ടു ബി. വി ബി മൈനസ് വി എന്നാണ് എഴുതുന്നതെങ്കിൽ ആർ വെക്ടർ ഷുഡ് ബി എ വെക്ടർ ഡ്രോൺ ഫ്രം എവിടം തൊട്ട് എവിടം വരെയാ മക്കളെ? എ ടു ബി ആണ്. നിങ്ങൾ എയുടെ കോർഡിനേറ്റ് ഒന്ന് പറഞ്ഞേ മക്കളെ. ആരെനിക്ക് എയുടെ കോർഡിനേറ്റ് പറഞ്ഞു തരും? ആരെനിക്ക് എയുടെ കോർഡിനേറ്റ് പറഞ്ഞു തരും? ആരെനിക്ക് എയുടെ കോർഡിനേറ്റ് പറഞ്ഞു തരും? ലെഫ്റ്റിലല്ലേടാ? അപ്പോൾ എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -2, 0 ആണ്.
അല്ലേ? എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? -2,0 ആണ്. ഇനി ബിയുടെ കോർഡിനേറ്റ് നോക്കുവാണെങ്കിൽ ബി വൈ ആക്സിസിലാണ്, അതുകൊണ്ട് തന്നെ ബിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0,4 ആണ്. സോ ദാറ്റ് വെക്റ്റർ ആർ വെക്റ്റർ മസ്റ്റ് ബി എ വെക്റ്റർ ഡ്രോൺ ഫ്രം എ ടു ബി ആണ്, അല്ലേ? ആർ വെക്റ്റർ ഈസ് എ വെക്റ്റർ ഡ്രോൺ ഫ്രം എന്താ മക്കളെ? എ ടു ബി ആയിരിക്കണം. അപ്പോൾ ആർ വെക്റ്റർ ഈസ് എ വെക്റ്റർ ഡ്രോൺ ഫ്രം എ ടു ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആർ വെക്റ്റർ എത്രയാണെന്ന് കിട്ടും മക്കളെ? ആർ വെക്റ്റർ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വെക്റ്റർ എഴുതുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വെക്റ്റർ എങ്ങനെയാണ് എഴുതുന്നത്? പറയാം, x2 - x1, x2 - x1. അപ്പോൾ എത്ര കിട്ടും മക്കളെ? 0 - -2 i ക്യാപ് പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? y2 - y1. സോ ദാറ്റ് ഈസ് 4 - 0 j ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. പറയോക്കളെ, അപ്പോൾ ഇതാണ് ആർ വെക്റ്റർ എന്ന് പറയുന്നത്. സോ ആർ വെക്റ്റർ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും മക്കളെ? 2i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ആർ വെക്റ്റർ എന്ന് പറയുന്നത് 2i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ആർ വെക്റ്റർ എന്ന് പറയുന്നത് 2i ക്യാപ്പ് പ്ലസ് എന്തെന്ന് കിട്ടും പിള്ളേരെ? 4j ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ മക്കളെ വേണ്ടത്? നമുക്ക് VB - VA ആണ് വേണ്ടത്. നമുക്ക് VB - VA ആണ് വേണ്ടത്. അപ്പോൾ VB - VA എന്ന് പറയുന്നത് -E.R ആണ്, അല്ലേ? VB - VA എന്ന് പറയുന്നത് മൈനസ് കളയാൻ പാടില്ല, മൈനസ് കളയാൻ പാടില്ല. ഈ എത്ര മക്കളെ? ഈ എന്ന് പറയുന്നത് 50√3 i ക്യാപ്പ് പ്ലസ് 50j ക്യാപ്പാണ്. ഡോട്ട് എന്താ മക്കളെ? ആർ എന്ന് പറയുന്നത് 2i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പാണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് 2i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് ആണോ? എന്നാൽ പറയോക്കളെ, ഐയുടെ കോഫിഷ്യൻസ് പരസ്പരം ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയാണെന്ന് കിട്ടും മക്കളെ? -100√3 എന്ന് പറയുന്നത് കിട്ടും. ഐയുടെ കോഫിഷ്യൻസ് പരസ്പരം ഇൻറ്റു ചെയ്താൽ -100√3 എന്ന് പറയുന്നത് കിട്ടും. ഇത് മൈനസ് എന്തെന്ന് കിട്ടും മക്കളെ? 200 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ -2 നിന്ന് കോമൺ എടുക്കാം. ആൻസർ കറക്റ്റ് അല്ലേ പിള്ളേരെ? ഓക്കെ, കറക്റ്റാണ്. -100 കോമൺ എടുത്താൽ ഇതിൽ എത്രയാണെന്ന് കിട്ടും മക്കളെ? √3 + 2 എന്ന് പറയുന്നത് കിട്ടും. -100 കോമൺ എടുത്താൽ √3 + 2 എന്ന് പറയുന്നത് കിട്ടും. ഇനി പറയോക്കളെ, ആൻസർ ഓപ്ഷൻ 4 ആണോ? ആൻസർ ഓപ്ഷൻ 4 ആണോ? പെട്ടെന്ന് പറ. ആൻസർ ഓപ്ഷൻ 4 ആണോ? പെട്ടെന്ന് പറ, സമയം പോകുന്നു, പെട്ടെന്ന് പറയൂ. ആൻസർ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ആരുടെ അനക്കമൊന്നും ഇല്ലല്ലോടാ? ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നല്ലോടാ? മനസ്സിലാവുന്നില്ല ആർക്കും? മക്കളെ, മനസ്സിലായോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല, ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായോ ഇല്ലയോ? ടെക്മോൻ സെറ്റ്. ഓക്കെ, ഗുഡ്, താങ്ക് യു. മക്കളെ, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്നുകൂടെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്ന മക്കളെ? VB - VA എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള തിയറി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ആക്ച്വൽ ഫോമുല എന്തായിരുന്നു മക്കളെ? എയും ബിയും 2 പോയിന്റ്സ് ആണ്. അപ്പോൾ അവർക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ആക്ച്വൽ ഫോമുല എന്ന് പറയുന്നത് -(E.dr) എന്നാണ്. അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ആക്ച്വൽ ഫോമുല എന്ന് പറയുന്നത് -(E.dr) ആണ്, അല്ലേ? അവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ -E. എന്തെന്ന് എഴുതാം പിള്ളേരെ? R എന്ന് എഴുതാം. ആ R നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആർ വെക്ടർ ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം A to B ആയിരിക്കണം, B to A ആകരുത്. ആർ വെക്ടർ ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം എന്താ മക്കളെ? A to B ആയിരിക്കണം. പിന്നെ ആരെ കളയരുത്? ഈ മൈനസിനെ കളയരുത്. ഈ രീതിക്ക് പ്രോബ്ലം ചെയ്യാവുള്ളൂ, കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് -100 × 2 + √3 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഇതും ഒരു JEE Main എപ്പോഴും ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഏരിയ. ഓക്കെ മക്കളെ, എങ്ങനെയാണെങ്കിൽ കുറച്ച് നേരമായി ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യണം മക്കളെ. അതിന് മുന്നേ ഞാൻ അതിൻ്റെ തിയറി പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടില്ലെന്ന് വിചാരിക്കും. ഓക്കെ, തിയറി പറയാം. ഇതിനിടയ്ക്ക് ചാറ്റ് ചെയ്യരുത്. ഒരു ട്രിവാൻഡ്രം എന്നൊക്കെ ഇട്ടിരിക്കുന്നത് SNS ട്രിവാൻഡ്രം. അതെന്ത് പറ്റിയോ മക്കളെ? പറ മക്കളെ, എനിക്ക് Q എന്ന് പറയുന്ന ചാർജിനെ
എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കണം. പറയല്ലേ, ക്യൂ എന്ന് പറയുന്ന ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കണമെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എന്ന് ചോദിച്ചാൽ ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ ആണ്. കേട്ടോ, പറയല്ലേ, എനിക്ക് ക്യൂ എന്ന് പറയുന്ന ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കണം. ക്യൂ എന്ന് പറയുന്ന ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കണം. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എന്ന് ചോദിച്ചാൽ പറമക്കളെ ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ ആണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കണം. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഫോർമുല എന്ന് പറയുന്ന ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ ആണ്. ഇനി കൈനറ്റിക് എനർജിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ആ വർക്ക് ഡണ്ണിൽ വരും. കാര്യം അതും ആ വർക്കാണ് ചെയ്യേണ്ടത്. കൈനറ്റിക് എനർജിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഫോമുലയ്ക്ക് ചെറിയൊരു വ്യത്യാസം വരും. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു മക്കളെ, ക്യൂ കൂളം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നീക്കണമെങ്കിൽ, ക്യൂ കൂളം ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നീക്കണമെങ്കിൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ ആണ്. ഇഫ് ദർ ഈസ് എനി കൈനറ്റിക് എനർജി ചേഞ്ച് ഫോർ കൈനറ്റിക് എനർജി, സോ ഇക്വേഷൻ becomes plus change in kinetic energy. ചാർജ് പ്ലസ് ആണെങ്കിൽ പ്ലസ് എന്ന് കൊടുത്തോണം, മൈനസ് ആണെങ്കിൽ മൈനസ് എന്ന് കൊടുത്തോണം. കൈനറ്റിക് എനർജി ഇൻക്രീസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പോസിറ്റീവ് കൊടുത്തോണം. കൈനറ്റിക് എനർജി ഡിക്രീസസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നെഗറ്റീവ് കൊടുത്തോണം. കേട്ടോ, പറയല്ലേ, ക്യൂ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്യൂ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ക്വസ്റ്റിനെ നോക്കുക. കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഇൻക്രീസസ് എന്ന് പറയുവാണെങ്കിൽ ഡെൽറ്റ കെ ഇ പ്ലസ് ആയിട്ട് എടുക്കണം. കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഡിക്രീസസ് എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് ഡെൽറ്റ കെ ഇ മൈനസ് ആയിട്ട് എടുക്കണം. ഓക്കെ ആണേ. അപ്പോൾ ഇതാണ് ഫോമുല. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 10 സെക്കൻഡ് മതി. 10 സെക്കൻഡ് പെട്ടെന്ന് ചെയ്തേ മക്കളെ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 10 സെക്കൻഡ് പെട്ടെന്ന് ചെയ്തേ മക്കളെ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കണോ? എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് ചാർജ് -5 കൂളം is moved from point A to point B in an electrostatic field. Work done during the process is 10 joule and kinetic energy of the particle reduces by 5 joule during the process. The potential difference VA minus VB എന്നാണ് ചോദിക്കുന്നത്. The potential difference VA minus VB എന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ചെയ്യുക. ഒരു മിനിറ്റ് സമയം. 1 മിനിറ്റ് ഒന്നും വേണ്ട, ആരും മിണ്ടുന്നില്ല. പറയല്ലേ, ആൻസർ ഓപ്ഷൻ 2, ഓപ്ഷൻ 1. സിദ്ധാർത്ഥ് പറഞ്ഞു ഓപ്ഷൻ 1, അരവിന്ദ് പറഞ്ഞു ഓപ്ഷൻ 2, ടെക്മോൻ പറയുന്നു ഓപ്ഷൻ 1, അഖിലനീഷ് പറയുന്നു ഓപ്ഷൻ 2. പൊരിഞ്ഞ പോരാട്ടം. ഓപ്ഷൻ 1 ഓപ്ഷൻ 2 തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. ഇത് രണ്ടും അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലും. പറയല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ക്യൂ കോളമ്പിനെ എയിൽ നിന്ന് ബിയിലേക്ക് നീക്കണമെങ്കിൽ വാട്ട് ഈസ് എ വർക്ക് ഡൺ മക്കളെ? വർക്ക് ഡണ്ണിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ക്യൂ കോളമ്പിനെ എയിൽ നിന്ന് ബിയിലേക്ക് നീക്കണമെങ്കിൽ വാട്ട് ഈസ് എ വർക്ക് ഡണ്ണിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു എന്താ മക്കളെ? വി ബി മൈനസ് വി എ ആണ്. ഇവിടെ കൈനറ്റിക് എനർജിക്ക് ചേഞ്ചും കൂടെ ഉണ്ട്. കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ പ്ലസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നും കൂടെ കൊടുക്കാം. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ബി മൈനസ് വി എ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ പ്ലസ് എന്നും കൂടെ കൊടുക്കാം മക്കളെ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയും കൂടെ കൊടുക്കാം. ഓക്കെ, ഗുഡ്. ക്വസ്റ്റിനെ എന്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ? വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് ഈസ് 10 ജൂൾ. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്ത വർക്ക് 10 ആണ്. അപ്പോൾ വർക്ക് 10 ആണ്. ആ പ്രോസസ്സ് ചെയ്ത വർക്ക് 10 ആണ്. ക്യൂ എത്ര മക്കളെ? ഏത് ചാർജിനെയാണ് നീക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ചാർജിൻ്റെ സൈൻ പൊട്ടൻഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ചാർജിനെയാണ് നീക്കുന്നത്? -5 കൂളമ്പിനെയാണ് നീക്കുന്നത്. അപ്പോൾ പ്ലസ് ആണെങ്കിൽ ഒന്നും ഇട്ട് കൊടുക്കണ്ട, മൈനസ് ആണെങ്കിൽ -5 എന്ന് തന്നെ ഇടണം. ഇൻറ്റു എന്താ മക്കളെ? ബിയിലെ പൊട്ടൻഷ്യൽ എനിക്ക് അറിയത്തില്ല, എയിലെ പൊട്ടൻഷ്യൽ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെ വി ബി മൈനസ് വി എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ റെഡ്യൂസസ് ബൈ 5 ജൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും മക്കളെ? റെഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യുവാണ്. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തെന്ന് എടുക്കണം മക്കളെ? -5 എന്ന് എടുക്കണം. കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ റെഡ്യൂസ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തെടുക്കണം മക്കളെ? -5 എടുക്കണം. എന്താണ് ആരും ചെയ്യാഞ്ഞേ? അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് -5 എടുക്കണം. -5 എടുക്കണം. എന്നിട്ട് എല്ലാവരും തെറ്റിച്ചു.
ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വി എ മൈനസ് വി ബി ആണല്ലേ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വി എ മൈനസ് വി ബി ആണ്. അല്ല, വീണ്ടും തെറ്റി. എല്ലാവരും ഓപ്ഷൻ 1 ഉം 2 പറഞ്ഞിട്ടുള്ളൂ. ആൻസർ ഓപ്ഷൻ 1 ഉം 2 ഉം വരത്തില്ല. വൈ മക്കളെ, കൈനറ്റിക് എനർജി ഞാൻ പറഞ്ഞു, കൈനറ്റിക് എനർജി റെഡ്യൂസസ് ബൈ 5 ജൂൾ ആണ്. അപ്പോൾ പ്ലസ് അല്ല എടുക്കേണ്ടത്, മൈനസ് ആണ് എടുക്കേണ്ടത് അല്ലേ. ആൻസർ തെറ്റിയ കണ്ടോ. ഇന്ന് നമ്മൾ ചെയ്യിപ്പിച്ചതിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഈ ക്വസ്റ്റ്യൻ ആരും കറക്റ്റ് ചെയ്തിട്ടില്ല. വൈ പറമക്കളെ. അപ്പോൾ 10 -5 ഇപ്പുറം വന്നാൽ +5 വരും. അപ്പോൾ 10 + 5 = എത്രയാണെന്ന് കിട്ടും മക്കളെ? -5 × VB - VA എന്ന് പറയുന്നത് കിട്ടും. ആണോ? -5 × VB - VA എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 15 = എത്രയാണെന്ന് കിട്ടും മക്കളെ? 15 = -5 × VB - VA എന്ന് പറയുന്നത് കിട്ടും അല്ലേ. 15 = -5 × VB - VA എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ 15/-5 എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പോൾ -3 = എന്തെന്ന് കിട്ടും മക്കളെ? VB - VA എന്ന് പറയുന്നത് കിട്ടും. പക്ഷേ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് VA - VB ആണ്. അപ്പോൾ VB - VA -3 ആണ്. അപ്പോൾ VA - VB എന്ന് പറയുന്നത് 3 ആണ്. മക്കളെ, എനിക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പറയണം. എനിക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും. മക്കളെ, തെറ്റിപ്പോയോ? ഞാനും വിചാരിച്ചു ഓപ്ഷൻ 1 ഓപ്ഷൻ 2 ആയിരിക്കും എന്ന് ആൻസർ എന്ന്. എന്തുവാടാ കീം പിടിക്കാന്നൊക്കെ പറയുന്നേ? JEE പൊട്ടിന്ന് ഇപ്പോഴേ എങ്ങനെയാ പറയാൻ പറ്റുന്നേ? ബി കോൺഫിഡൻറ്റ്. കൂളായിട്ട് പോയി എഴുതുക. ഇതല്ല അവസാനമൊന്നും മാത്രം. ദിസ് ഈസ് നോട്ട് ദ എൻഡ്. അത് മാത്രം മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ധൈര്യമായിട്ട് പോയി എഴുതുക. നമ്മളിപ്പോഴേ പൊട്ടിയെന്ന് പറഞ്ഞ് പോയി എഴുതിയിട്ട് എന്താ മക്കളെ കാര്യം? ധൈര്യമായിട്ട് പോയി എഴുതുക. മക്കളെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഇതൊക്കെ ആർക്കും പറ്റാവുന്ന മിസ്റ്റേക്കാണ്. ഇത് നിങ്ങൾക്ക് മാത്രം പറ്റുന്ന മിസ്റ്റേക്ക് ഒന്നുമല്ല കേട്ടോ. ആർക്കും പറ്റാവുന്ന മിസ്റ്റേക്കാണ്. ഞാൻ തിയറി പറഞ്ഞപ്പോഴേ നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നോ? തിയറി പറഞ്ഞപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ? കൈനറ്റിക് എനർജി കൂടുവാണെങ്കിൽ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കണം, കൈനറ്റിക് എനർജി കുറയുവാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കണം. എത്ര പേര് അത് കേട്ടു? കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഇൻക്രീസസ് ആണെങ്കിൽ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പോസിറ്റീവായിട്ട് എടുക്കണം. കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഡിക്രീസസ് ആണെങ്കിൽ ആ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നെഗറ്റീവായിട്ട് എടുക്കണമെന്ന് തിയറി പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ്. മക്കളെ, പറ മക്കളെ, ഓക്കെ ആണല്ലോ? എവിടാ തെറ്റുപറ്റിയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്ത ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. വെറൈറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടഫാന്ന് വിചാരിക്കരുത്. അതിനു മുന്നേ നമുക്ക് ഡൈപോളിനെ പറ്റി പറയാം. എന്താ മക്കളെ ഡൈപോൾ എന്ന് പറഞ്ഞാൽ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. പറോക്കളെ, അപ്പോൾ ഇതാണ് -Q എന്ന് വെച്ചോളുക. പറോക്കളെ, ഇതാണ് +Q എന്ന് പറയുന്ന വെച്ചോളുക. പറോക്കളെ, അവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ നമ്മൾ സാധാരണ 2a എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. തിയറി പറയുന്നത് ശ്രദ്ധിച്ചോണം, ഇല്ലെങ്കിൽ തെറ്റും അല്ലേ. അവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ സാധാരണ 2a എന്നൊക്കെ എഴുതുന്നത്. ഞാൻ തൽക്കാലം 6 എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡൈപോൾ മൊമെന്റ് ഓഫ് ദിസ് ഡൈപോൾ? അങ്ങനെയാണെങ്കിൽ what is the dipole moment of this dipole? Magnitude of one of the charge. Magnitude of one of the charge എന്ന് പറയുന്ന Q ആണ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് എന്നാണ്. നിങ്ങൾ സാധാരണ എടുക്കുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് 2a ആയിട്ടാണ്. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജസ് ഞാൻ R ആയിട്ട് എടുക്കുന്നു. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്? ഇറ്റ് ഈസ് Q ഇൻറ്റു R. What is the direction of this vector? What is the direction of this vector? This vector is acting from negative charge to positive charge. അപ്പോൾ ഈ വെക്ടർ ആക്ട് ചെയ്യുന്നത് -Qയിൽ നിന്ന് +Qയിലേക്കാണ്. സോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് P വെക്ടർ എന്ന് പറയുന്നത് ചോദിച്ചാൽ ഡയറക്ഷൻ ഓഫ് P വെക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. ഇനി ഈ ഒരു ഡൈപോൾ എടുത്ത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ, when this dipole is placed in a uniform electric field, when this dipole is placed in a uniform electric field, net force acting on it is 0. When this dipole is placed in a uniform electric field, net force acting on it is 0. What is the formula to find torque? Tau vector is equal to P vector cross E vector. Torque കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് P vector cross E vector ആണ്. ഓക്കെ, ദെൻ എന്താ മക്കളെ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ എത്രയാണെന്ന് ചോദിച്ചാൽ -PE cos theta. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ എത്രയാണെന്ന് ചോദിച്ചാൽ -PE cos theta. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ഡൈപോൾ ഫ്രം ആൻ ആംഗിൾ θ1 to θ2 എന്ന് ചോദിച്ചാൽ ദാറ്റ് ഫോർമുല ഈസ് PE ഇൻറ്റു cos θ1 - cos θ2. ഈ ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ.
അപ്പോൾ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജ്. വെൻ ദാറ്റ് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് 0. ദെൻ വാട്ട് ഈസ് ദ ടോർക്ക് ആക്ടിംഗ് ഓൺ ദ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പി വെക്ടർ ക്രോസ് ഇ വെക്ടർ. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഡൈപോൾ എന്ന് ചോദിച്ചാൽ മൈനസ് പി ഇ കോസ് തീറ്റ. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ഫ്രം ആൻ ആംഗിൾ θ1 to θ2 എന്ന് ചോദിച്ചാൽ പി ഇ ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. മക്കളെ ക്ലിയർ ആണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ തിയറി ഓർത്ത് വെച്ചേക്കണം. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നേ മക്കളെ, നല്ല ക്വസ്റ്റ്യൻ. എ ചാർജ് ഇ placed at 1, 2, 1 and another charge minus E is placed at 0, 1, 0 such that they form an electric dipole. There exists a uniform electric field E 2I cap plus 3J cap. Calculate the torque experienced by the dipole. Calculate the torque experienced by dipole. അരവിന്ദ് പി എൻ കറക്റ്റ് ആണ്. ടോർക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ എടുത്തിട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ അല്ല, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ എടുത്തിട്ട് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട് മക്കളെ, അതായത് 90 ഡിഗ്രിയിൽ നിന്ന് ഇന്ന ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് ഡൺ. അപ്പം ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ എടുത്തിട്ട് ആദ്യം വർക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് 90 ഡിഗ്രിയിൽ നിന്ന് ഇന്ന ആ തീറ്റ ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള വർക്ക് ഡൺ ആണ് ആ തീറ്റ ആംഗിളിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ആൻസർ ഒന്നും കാണുന്നില്ല. സാറ് കഴിഞ്ഞ മാസം ഇട്ട അതേ ഷർട്ടെന്നോ? ഞാൻ പിന്നെ ഓരോ ദിവസവും ഓരോ ഷർട്ട് ഇടാൻ ഞാൻ ആരാടാ? ടൈംസ് ഓഫ് പോൾ മക്കളെ, ആൻസർ പറയടാ. ടൈംസ് ഓഫ് പോൾ ആൻസർ പറ. ചെയ്തു നോക്ക് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ നോക്കിയിരിക്കുവാണോ? പെട്ടെന്ന് ഒരു ആൻസർ പറയാം. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? 2 ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇ എന്ന് പറയുന്ന ചാർജും മൈനസ് സി എന്ന് പറയുന്ന ചാർജും. മക്കളെ എനിക്കിത് സ്പേസിലെ പോയിന്റ്സ് ആണ് അല്ലേ? കാര്യം 3 കോർഡിനേറ്റും വരുന്നുണ്ട്. എനിക്ക് ബോർഡിൽ ചുമ്മാ വരയ്ക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ റാൻഡമായിട്ട് എഴുതുവാണ്. ലാസ്റ്റ് ആ പോയിന്റ് എഴുതിയ തെറ്റാന്നൊന്നും പറയരുത്. ഞാൻ റാൻഡമായിട്ട് എഴുതുക. മൈനസ് സി ഇവിടെ ഇരിക്കുന്നു. അവൻ്റെ കോർഡിനേറ്റ് പറ മക്കളെ. മൈനസ് സി ഇവിടെ ഇരിക്കുന്നു. അവൻ്റെ കോർഡിനേറ്റ് പറ മക്കളെ. അവൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0, 1, 0 ആണ്. മൈനസ് ഇ ഇരിക്കുന്ന പോയിന്റിലെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0, 1, 0 ആണ്. ഇനി പറ പ്ലസ് ഇ എവിടെയാണ് മക്കളെ ഇരിക്കുന്നത്? പ്ലസ് ഇ ഞാൻ പറഞ്ഞത് ഞാൻ റാൻഡം ആയിട്ടുള്ളൊരു പോയിന്റാണ് എടുക്കുന്നത്. ഞാൻ ഇത് കറക്റ്റ് എക്സ് ആക്സും വൈ ആക്സും ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എക്സ് ആക്സിലല്ലേ എങ്ങനെയെങ്കിലും മാർക്ക് ചെയ്യുന്നത്? ഇത് എക്സ് ആക്സ് ഒന്നും അല്ല. ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് എടുക്കുന്നു. എനിക്കറിയത്തില്ല പോയിന്റ്സ് എവിടെയാണ്. സ്പേസ് എനിക്ക് എന്തായാലും ഈ ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് എടുക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരച്ചോ ഇഷ്ടമുള്ള എടുത്തോ. അപ്പോൾ പറ പ്ലസ് ഇ എവിടെ ഇരിക്കുന്നു? പ്ലസ് ഇ ഇവിടെയാണ് ഇരിക്കുന്നത്. പ്ലസ് സി എവിടെ ഇരിക്കുന്നു മക്കളെ? പ്ലസ് ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത്. പ്ലസ് സിയുടെ കോർഡിനേറ്റ് എത്ര മക്കളെ? പ്ലസ് സിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1, 2, 1 ആണ്. അപ്പോൾ പ്ലസ് സിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1, 2, 1 ആണ്. എന്നാ പറ മക്കളെ, നമുക്ക് എന്താ വേണ്ടത്? ടോർക്കാണ് വേണ്ടത്. ഇലക്ട്രിക് ഫീൽഡൊക്കെ വെക്ടർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടോ വെക്ടർ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയേണ്ടി വരും മക്കളെ? പി വെക്ടർ ക്രോസ് ഇ വെക്ടർ എന്ന് പറയേണ്ടി വരും. ആണോ? ഇലക്ട്രിക് ഫീൽഡൊക്കെ വെക്ടർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചുമ്മാ പി സൈൻ തീറ്റ എടുക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ടോ വെക്ടർ ഈസ് ഈക്വൽ ടു ഏത് ഫോമിൽ എടുക്കാം മക്കളെ? പി വെക്ടർ ക്രോസ് ഇ വെക്ടർ. അപ്പോൾ അടുത്ത പ്രശ്നം, ഈ വെക്ടർ തന്നിട്ടുണ്ട്. ഈ വെക്ടർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2i cap plus 3j cap എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ വെക്ടർ തന്നിട്ടുണ്ട്. ഈ വെക്ടറിന് യാതൊരുവിധ വിഷയമില്ല. ഈ വെക്ടർ എന്ന് പറയുന്നത് 2i cap plus 3j cap എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ പി വെക്ടർ ഇല്ലടാ. പകരം അവന്മാരുടെ പോയിന്റ്സ് ആടാ തന്നിരിക്കുന്നത്. എന്നാ പറ, പി വെക്ടറിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ പിള്ളേരെ? പി വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോട്ട് പി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പി വെക്ടറിനെ നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ? പി വെക്ടറിനെ നമുക്ക് Q ഇൻറ്റു ആർ വെക്ടർ എന്നെഴുതാം. പി വെക്ടറിനെ നമുക്ക് എന്തെന്ന് എഴുതാം മക്കളെ? Q ഇൻറ്റു ആർ വെക്ടർ എന്ന് പറയുന്നത് എഴുതാം. കുഴപ്പമില്ലല്ലോ. കാര്യം എന്താണ്? ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ചാർജ് ആണ്. അപ്പോൾ പി വെക്ടറിനെ നമുക്ക് Q ഇൻറ്റു ആർ വെക്ടർ എന്ന് എഴുതാം. പക്ഷേ ശ്രദ്ധിച്ചോണം, ആർ വെക്ടർ വരയ്ക്കുന്നത് മൈനസ് സിയിൽ നിന്ന് പ്ലസ് സിയിലേക്കായിരിക്കണം. ആർ വെക്ടർ വരയ്ക്കുന്നത് മൈനസ് സിയിൽ നിന്ന് പ്ലസ് സിയിലേക്കായിരിക്കണം. വൈ ഡയറക്ഷൻ ഓഫ് പി വെക്ടർ ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് അല്ലേ? പിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. പിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ ആർ വെക്ടർ വരയ്ക്കുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കണം. എന്നാ പറ മക്കളെ, സോ വാട്ട് ഈസ് പി വെക്ടർ? പെട്ടെന്ന് പറയൂ. വാട്ട് ഈസ് പി വെക്ടർ? Q എന്ന് പറയുന്നത് എത്ര മക്കളെ? Q എന്ന് പറയുന്ന E ആണ്. ദെൻ വാട്ട് ഈസ് ആർ വെക്ടർ?
then what is r vector? r vector എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന വെക്ടർ അല്ലേ പിള്ളേരെ? അപ്പോൾ നമ്മൾ നേരത്തെ പോലെ r vector എന്ന് പറഞ്ഞേ 1 മൈനസ് 0 i ക്യാപ്പ് x2 മൈനസ് x1 i ക്യാപ്പ് പ്ലസ് അല്ലേ y2 മൈനസ് y1 j ക്യാപ്പ്. അപ്പോൾ 2 മൈനസ് 1 j ക്യാപ്പ് y2 മൈനസ് y1 j ക്യാപ്പ് പ്ലസ് എന്താ മക്കളെ z 2 മൈനസ് z1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 എന്തെന്ന് കിട്ടും മക്കളെ? കെ ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും. മക്കളെ സത്യം പറയണം, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തന്നെ പറയണം. പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് വെക്ടറായിട്ട് വേണം, കാര്യം ഇലക്ട്രിക് ഫീൽഡ് വെക്ടറായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് വെക്ടറായിട്ട് വേണം. ഡൈപോൾ മൊമെൻറ്റ് ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജ് ആണ്. അപ്പോൾ പി വെക്ടറിനെ ക്യൂ ഇൻറ്റു ആർ വെക്ടർ എന്ന് എഴുതാം. പക്ഷേ ശ്രദ്ധിച്ചോണം, ഡൈപോൾ മൊമെൻറ്റ് ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. സോ ആർ വെക്ടർ ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. 3 അല്ലേ ആൻസർ? ഓപ്ഷൻ 3 അല്ലേ എന്ന്. ടൈംസ് ഓഫ് പോൾ 1 എന്ന് പറഞ്ഞു, അഖിൽ അനീഷ് 3 അല്ലേ എന്ന് പറഞ്ഞു, സിദ്ധാർത്ഥ് കെ 3 അല്ലേ എന്ന് പറഞ്ഞു, ആസിഫ് സി എ 3 അല്ലേ എന്ന് പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആൻസർ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ടൈം എടുത്തോട്ടെ മക്കളെ, അതിലൊന്നും പ്രശ്നമില്ല. നമ്മൾ ചെയ്യുന്ന പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഇതിൽ ടൈം എടുത്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ചെയ്യുന്ന പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ എന്ത് കിട്ടി മക്കളെ? പി വെക്ടർ കിട്ടി. ഞാനും നല്ല സമയം എടുത്തല്ലേ ചെയ്യുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ 5 മിനിറ്റ് ഒക്കെ എടുക്കുന്നത്. ആ പറ മക്കളെ, ഈ അങ്ങ് പുറത്ത് കിടക്കട്ടെ. പറ ബാക്കി ഇവിടെ ആരുണ്ടാ? 1 i ക്യാപ്പ് പ്ലസ് എന്താ മക്കളെ 2 മൈനസ് 1 1 തന്നെയാണ്. അപ്പോൾ എന്താ മക്കളെ 1 j ക്യാപ്പ് പ്ലസ് എന്തെന്ന് കിട്ടും മക്കളെ? 1 k ക്യാപ്പ് എന്ന് പറയുന്നത് കിട്ടും അല്ലേന്നാ. അപ്പോൾ പി വെക്ടർ കിട്ടും, പി വെക്ടർ കിട്ടും, പി വെക്ടർ കിട്ടും. പി വെക്ടർ എന്താ മക്കളെ? ഈ ഐ ക്യാപ്പ് പ്ലസ് ഈ ജെ ക്യാപ്പ് പ്ലസ് ഈ കെ ക്യാപ്പ് എന്ന് കിട്ടും. അപ്പോൾ പി വെക്ടർ എന്ന് പറയുന്നത് ഈ ഐ ക്യാപ്പ് പ്ലസ് ഈ ജെ ക്യാപ്പ് പ്ലസ് ഈ കെ ക്യാപ്പ് എന്ന് കിട്ടും. ആണോ? ഇനി എന്ത് തന്നിട്ടുണ്ട് മക്കളെ? ക്വസ്റ്റ്യനിൽ ഈ വെക്ടർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട് മക്കളെ? ഈ വെക്ടർ തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഈ വെക്ടർ? ഈ വെക്ടർ എത്ര എന്ന് തന്നിട്ടുണ്ട്? 2i പ്ലസ് 3j എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഈ വെക്ടർ തന്നിട്ടുണ്ട്. ഈ വെക്ടർ 2i പ്ലസ് 3j എന്ന് തന്നിട്ടുണ്ട്. അവൻ്റെ കെ കമ്പോണൻ്റ് ഒന്നും തന്നിട്ടില്ല. കെ കമ്പോണൻ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അവനെ 0 k ക്യാപ്പ് എന്ന് എടുക്കും. കെ കമ്പോണൻ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അവനെ 0 k ക്യാപ്പ് എന്ന് എടുക്കും അല്ലേ? ഇനി എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? പി വെക്ടറുമായി ഈ വെക്ടറുമായി അല്ലേ? സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ടോർക്ക് മക്കളെ? പി വെക്ടറുമായി ഈ വെക്ടറുമായി എന്ന് നമുക്ക് എങ്ങനെ ടോർക്ക് കണ്ടുപിടിക്കാം? ടോ വെക്ടർ ഈസ് ഈക്വൽ ടു പി വെക്ടർ ക്രോസ് ഇ വെക്ടർ. അപ്പോൾ എങ്ങനെയാ ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. ഇത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഡിറ്റർമിനൻ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ മാത്സിലൊക്കെ ഭയങ്കര പുലികളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. അല്ലെങ്കിൽ മോഷനെ പ്ലെയിനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഐ ജെ കെ പിയുടെ ഓപ്ഷൻസ് എഴുതുക ഇ ആണോ? അടുത്ത ഈയുടെ ഓപ്ഷൻ്റെ എഴുതുക 2 3 എന്താ മക്കളെ 0. എന്നിട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ചെയ്ത് കണ്ടുപിടിക്കുക. എനിക്ക് തോന്നുന്നു ആൻസർ ഓപ്ഷൻ 3 വരുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഞാൻ ചെയ്യണോ? അപ്പോൾ എത്ര കിട്ടും? ഐ ഇൻറ്റു പറവക്കളെ ഇ ഇൻറ്റു 0 മൈനസ് 3 എന്ന് പറയുന്ന വരും. ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുതുവാണ് കേട്ടോ. അടുത്ത എന്താ മക്കളെ? സോറി, മൈനസ് പ്ലസ് അല്ലല്ലോ, മൈനസ് ജെ ഇൻറ്റു പറ ഈ റോയും ഈ കോളവും കളയുക. ഇ ഇൻറ്റു 0 ആണ്. മൈനസ് 2e എന്ന് പറയുന്ന വരും. പ്ലസ് കെ ഇൻറ്റു ഈ കോളവും ഈ റോയും കളയണം. അപ്പോൾ എത്ര വരും മക്കളെ? 3 മൈനസ് 2e എന്ന് പറയുന്ന വരും. അപ്പോൾ 3 മൈനസ് 2e എന്ന് പറയുന്ന ഇ അല്ലേ? ഇതാ നോക്ക്, 3 മൈനസ് 2e എന്ന് പറയുന്ന വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 i ക്യാപ്പ് പ്ലസ് 2e j ക്യാപ്പ് പ്ലസ് ഇ കെ ക്യാപ്പ് എന്ന് വരും. വേണമെങ്കിൽ ഈ അങ്ങ് കോമൺ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ 2 കിട്ടുമെന്ന് തോന്നുന്നു. സോറി ഓപ്ഷൻ 3 കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ആൻസർ ഏത് കിട്ടും മക്കളെ? ആൻസർ ഓപ്ഷൻ 3 കിട്ടും. ഈ അവിടെ നിന്ന് കോമൺ എടുത്താൽ മതി. അയ്യോ ഇതാ പോയി. അപ്പോൾ ഈ അവിടെ നിന്ന് കോമൺ എടുത്താൽ മതി മക്കളെ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. കാര്യം പി വെക്ടർ ടോ വെക്ടർ ഈസ് ഈക്വൽ ടു പി വെക്ടർ ക്രോസ് ഇ വെക്ടർ എന്നാണ് ഫോർമുല. ടോ വെക്ടർ ഈസ് ഈക്വൽ ടു പി വെക്ടർ ക്രോസ് ഇ വെക്ടർ എന്നാണ് ഫോർമുല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടോ വെക്ടർ ഈസ് ഈക്വൽ ടു പി വെക്ടർ ക്രോസ് ഇ വെക്ടർ എന്നാണ് ഫോർമുല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളെ ക്ലിയർ ആണല്ലോ? റിസ്വാനൊക്കെ ഞെട്ടിയിരിക്കുന്നു. എന്ത് പറ്റി റിസ്വാനെ? മക്കളെ കാര്യം മനസ്സിലായോ? മക്കളെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യടാ, നല്ല ലാഗ് ഉണ്ടല്ലോ. ആരും മിണ്ടുന്നില്ല. ഓക്കെ ശരി.
ഈശാൻ എസ് ആർ, താങ്ക് യു. അരവിന്ദ് പി എൻ എസ് ആർ, ഓക്കെ. അപ്പോൾ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, വീണ്ടും വേറെ ഒരു ക്വസ്റ്റ്യനും കൂടെ. ടെക്മോൻ സെറ്റ്, ടെക്മോൻ എപ്പോഴും സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു മക്കളെ. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിദ്ധാർത്ഥ് കെ സെറ്റ്. മക്കളെ നമുക്ക് നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ആ ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേടാ. ഇവിടെ എന്താടാ നിങ്ങൾക്ക് തന്നിരുന്നേ? ഇലക്ട്രിക് ഫീൽഡ് തന്നിരുന്നു അല്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിരുന്നു മക്കളെ? ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരുന്നു ഈ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരുന്നു മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് തന്നിരുന്നു. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. മക്കളെ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നു. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഒരിടത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിരുന്നാൽ ഇപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു എക്സിൻ്റെയും വൈയുടെയൊക്കെ ഫംഗ്ഷനായിട്ട് നിങ്ങൾക്ക് തരുന്നു. എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയൊക്കെ ഫംഗ്ഷനായിട്ട് നിങ്ങൾക്ക് തരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ് കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ -∂V/∂x എന്ന് എഴുതാം. മക്കളെ ഞാൻ dV/dx എന്നല്ല എഴുതിയത്, അല്ലെങ്കിൽ -dV/dx എന്നല്ല എഴുതിയത്. ഞാൻ എഴുതിയത് -∂V/∂x എന്നാണ് എഴുതിയത്. ഡോ ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് വൈനെയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് കാണണം. ഇവിടെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് വൈനെയും ഇസഡിനെയും എന്തായിട്ട് കാണണം മക്കളെ? കോൺസ്റ്റൻ്റ് ആയിട്ട് കാണണം. അത് കണക്ക് ഇ വൈ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഇ വൈയുടെ ഫോർമുല എന്ന് പറയുന്നത് -∂V/∂z. സിമിലർലി ഇ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഇ ഇസഡിൻ്റെ ഫോർമുല തിരിഞ്ഞുപോയി -∂V/∂y എന്നാണ്. അത് കണക്ക് ഇ ഇസഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ -∂V/∂z ആണ്. ദെൻ ഹൗ വി ക്യാൻ ഫൈൻഡ് ഇ വെക്ടർ എന്ന് ചോദിച്ചാൽ, എന്നിട്ട് ഇ വെക്ടറിനെ എങ്ങനെ എഴുതിയാൽ മതി പിള്ളേരെ? EXi ക്യാപ്പ് പ്ലസ് EYJ ക്യാപ്പ് പ്ലസ് EZ K ക്യാപ്പ് ആണോ? EXi ക്യാപ്പ് പ്ലസ് EYJ ക്യാപ്പ് പ്ലസ് EZ K ക്യാപ്പ്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിക്കുന്നതെങ്കിൽ, ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിക്കുന്നതെങ്കിൽ സോ ദാറ്റ്സ് ഈക്വൽ ടു √(EX² പ്ലസ് EY² പ്ലസ് EZ². തിയറി മറക്കരുത്. നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു മക്കളെ തന്നത്? ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരുന്നു. ഈ ടൈപ്പ് എന്താ മക്കളെ? പൊട്ടൻഷ്യൽ തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, വെരി ഗുഡ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ അരവിന്ദ് പി എൻ പറഞ്ഞിട്ടുണ്ട്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ഇഫ് പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ആസ് ഫംഗ്ഷൻ ഓഫ് x, y, z, ഹൗ വി ക്യാൻ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചാൽ EX കണ്ടുപിടിക്കാൻ -∂V/∂x, EY കണ്ടുപിടിക്കാൻ -∂V/∂y, EZ കണ്ടുപിടിക്കാൻ -∂V/∂z. ഹിയർ ഡോ ഈസ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് വൈനെയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് കാണണം. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിനെയും ഇസഡിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് കാണണം. വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിനെയും വൈനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് കാണണം. അതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതിന് മുന്നേ തിയറിയും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ പലരും പേന താഴെ പോയി. നിങ്ങൾ പലരും തിയറി ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ആ കൈനറ്റിക് എനർജിയുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതാണ്. കൈനറ്റിക് എനർജി ഡിക്രീസസ് ആണെങ്കിൽ മൈനസ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. ആരും അത് കറക്റ്റ് ആക്കിയില്ല. ഓക്കെ, അപ്പോൾ തിയറിയും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോകും മക്കളെ. ഇതെല്ലാം ചോദിക്കുന്ന ഏരിയ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നേ മക്കളെ. ഈ ക്വസ്റ്റ്യൻ്റെ തിയറി ഞാൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് സമയം പെട്ടെന്ന്. പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ആസ്, ഇതാ നോക്ക്, V of x എന്നല്ല, പൊട്ടൻഷ്യൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുവാണ്. V എന്ന് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ V എന്ന് വായിച്ചാൽ മതി. പൊട്ടൻഷ്യൽ ഇൻ എ റീജിയൻ ഈസ് ഗിവൺ ആസ് V is equal to -x² volt. Find electric field at a point 1,2. Potential difference is given as V equal to -x² volt. Find electric field at a point 1,2. That is the question. 1 minute സമയം തരാം. സിദ്ധാർത്ഥ് ഓപ്ഷൻ 3, ഈശാൻ ഓപ്ഷൻ 3. മാത്സ് വന്നപ്പോൾ എല്ലാം പടപട ആൻസർ വരുന്നുണ്ടോ? എല്ലാവരും മാത്സിൽ വേറെ ലെവലാണെന്ന് തോന്നുന്നു കേട്ടോ. വൈഷ്ണവ് കൃഷ്ണൻ ഓപ്ഷൻ 3. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്സ് എല്ലാം സെറ്റാണല്ലേ? വെരി ഗുഡ്. ഓക്കെ, പറ മക്കളെ. അപ്പോൾ V എത്രയാണെന്ന് മക്കളെ തന്നിരിക്കുന്നത്? അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് V തന്നിട്ടുണ്ട്.
വി എത്രയാണ് മക്കളെ തന്നിരിക്കുന്നത്? വി എന്ന് പറയുന്നത് -x²y എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെ വി എന്ന് പറയുന്നത് -x²y എന്നാണ് തന്നിരിക്കുന്നത്. വി എന്ന് പറഞ്ഞിരിക്കുന്നത് -x²y ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഈ എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ മക്കളെ? -∂v/∂x. സോ ദാറ്റ്സ് ഈക്വൽ ടു -∂by/∂x ഓഫ് വിയിൽ ഓൾറെഡി ആരുണ്ട് മക്കളെ? വിയിൽ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അത് -x²y. സോ ദാറ്റ്സ് ഈക്വൽ ടു പറോക്കളെ ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. പറോക്കളെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ y നമുക്ക് പുറത്തെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ പ്രത്യേകത ഇതാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y-നെ എന്തായിട്ട് കാണണം പിള്ളേരെ? കോൺസ്റ്റൻ്റ് ആയിട്ട് കാണണം. അങ്ങനെയാണെങ്കിൽ y പുറത്തിറങ്ങും. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണെന്ന് കിട്ടും മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു y ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. സോ x നമുക്ക് കിട്ടി. സോ ex ഈസ് ഈക്വൽ ടു വാട്ട്? ex ഈസ് ഈക്വൽ ടു 2xy. ഇനി ഏത് പോയിന്റിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്? അവർ 1,2 എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ് എന്ന് പറയുന്ന 1ഉം y എന്ന് പറയുന്ന എന്തുമാണ് പിള്ളേരെ? 2 ആണ്. അവിടുത്തെ എക്സ് എന്ന് പറയുന്ന 1ഉം y എന്ന് പറയുന്ന എന്തുമാണ് പിള്ളേരെ? 2 ആണ്. അപ്പോൾ അവിടുത്തെ എക്സ് എന്ന് പറയുന്ന 1ഉം y എന്ന് പറയുന്ന എന്തുമാണ് പിള്ളേരെ? 2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 4. അപ്പോൾ ഈ എക്സ് കിട്ടി. ഈ എക്സ് അറ്റ് ദാറ്റ് പോയിന്റ്, ഈ എക്സ് ജനറലി പറയുവാണെങ്കിൽ 2xy ആണ്. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ദാറ്റ്സ് ഈക്വൽ ടു 4. അറ്റ് ദാറ്റ് പോയിന്റ് ദാറ്റ്സ് ഈക്വൽ ടു 4. മക്കളെ ക്ലിയർ ആണ്? So what is EY? EY is equal to -∂v/∂y. EY is equal to -∂v/∂y. So that's equal to -∂by/∂y of വിക്ക് എന്ത് കൊടുക്കാം മക്കളെ? വി എന്ന് പറഞ്ഞാൽ -x²y ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ എക്സ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ എക്സ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. അപ്പോൾ x² പുറത്ത് വരും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി വാട്ട്? ഇറ്റ് വിൽ ബി x² ഇൻറ്റു ∂by/∂y ഓഫ് y എന്ന് പറയുന്നത് കിട്ടും. ആണോ? അപ്പോൾ y-ൻ്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ x² ഇൻറ്റു 1. സോ ദാറ്റ്സ് ഈക്വൽ ടു x². അപ്പോൾ ഈ y കിട്ടി. ഈ y എന്ന് പറയുന്ന x² എന്ന് പറയുന്നത് കിട്ടും. മക്കളെ ഇത് മനസ്സിലായോ? മക്കളെ ഇത് മനസ്സിലായോ? സോ ഏത് പോയിന്റിലാണ് വേണ്ടത്? 1,2 എന്ന് പറയുന്ന പോയിന്റിലാണ് വേണ്ടത്. അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്ന 1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 1². ഓക്കെ. സോ വാട്ട് വി ക്യാൻ സേ മക്കളെ ഇവിടെ ഈ സെഡ് എടുക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ? ഈ സെഡ് എന്തായാലും 0 ആയിപ്പോൾ. കാര്യം വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സും കോൺസ്റ്റൻ്റ് വൈയും കോൺസ്റ്റൻ്റ് മൊത്തത്തിൽ കോൺസ്റ്റൻ്റ്. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ പറഞ്ഞ പിള്ളേരെ, ഈ വെക്ടർ എന്ന് പറയുന്നത് EX i∗ പ്ലസ് EY j∗ പ്ലസ് EZ k∗ എഴുതേണ്ട കാര്യമില്ല. കാര്യം ഈ സെഡ് എന്തായി പോയി പിള്ളേരെ? 0 ആയിപ്പോയി. സോ ഈ വെക്ടർ ഈസ് ഈക്വൽ ടു EX i∗ പ്ലസ് EY j∗ എന്നാണ്. സോ വാട്ട് ഈസ് EX? EX എന്ന് പറയുന്നത് 4i∗ ആണ്. EX എന്ന് പറയുന്ന 4i∗ ആണ്. EY എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ 1 j∗ ആണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് j∗. സോ ദ ആൻസർ ഈസ് 4i∗ പ്ലസ് j∗. സോ ദ ആൻസർ ഈസ് 4i∗ പ്ലസ് j∗. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മക്കളെ മനസ്സിലായല്ലോ? ദേ ഫോം എ ഡൈപ്പോളോ? ആരാ ഡൈപ്പോൾ ഫോം ചെയ്യുന്നത്? ഓൾ സെറ്റ്. വെരി ഗുഡ് മക്കളെ. എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി തൊട്ടില്ലടാ. ഓക്കെ. പൊട്ടൻഷ്യൽ എനർജിയിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. പറോക്കളെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 identical charges are placed at the 2 corners of an equilateral triangle. 2 identical charges are placed at the 2 corners of an equilateral triangle. Potential energy of the system is U. Work done in bringing an identical charge from infinity to third vertex ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മക്കളെ ഇത് Q1 എന്ന് പറയുന്ന ചാർജ്, ഇത് Q2 എന്ന് പറയുന്ന ചാർജ്. പറോക്കളെ ഇവർക്കിടയ്ക്കുള്ള ദൂരം r ആണെങ്കിൽ what is the potential energy of the system? ഇവർക്കിടയ്ക്കുള്ള ദൂരം r ആണെങ്കിൽ what is the potential energy of the system? K into Q1 Q2 divided by r എന്നാണ്. So what is the potential energy of the system? K into Q1 Q2 by r എന്നാണ്. ഇനി അതൊരു 3 ആൾക്കാരുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടുത്തെ ചാർജ് Q1 ആണ്, ഇവിടുത്തെ ചാർജ് Q2 ആണ്, ഇവിടുത്തെ ചാർജ് Q3 ആണെങ്കിൽ ഈ ദൂരം നമുക്ക് R1 എന്ന് എടുക്കാം.
ഈ ദൂരം നമുക്ക് R2 എന്ന് എടുക്കാം, ഈ ദൂരം നമുക്ക് R3 എന്ന് പറയുന്നത് എടുക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദിസ് കേസ് എന്ന് ചോദിച്ചാൽ K ഇൻറ്റു Q1 Q2 ബൈ R1. പോരട്ടെ, K നമുക്ക് കോമൺ എടുത്തേക്കാം. K ഇൻറ്റു Q1 Q2 ബൈ R1 പ്ലസ് എന്തെന്ന് എഴുതാം പിള്ളേരെ, Q2 Q3 ബൈ R2 പ്ലസ് എല്ലാ പേരും എടുത്താൽ മതി കേട്ടോ. Q2 Q3 ബൈ R2 പ്ലസ് എന്തെന്ന് എഴുതാം പിള്ളേരെ, Q1 Q3 ബൈ R3 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ എനർജി. So this is the formula to find the potential energy. അപ്പോൾ 2 particle system ആണെങ്കിൽ K Q1 Q2 by R ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 3 particle system ആണെങ്കിൽ what is the formula to find the potential energy? It is K into Q1 into Q2 by R1 plus Q2 Q3 by R2 plus Q1 Q3 by R3 എന്നാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തിയറി എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മക്കളെ ചെയ്തേ. മക്കളെ വർക്ക് ഡൺ ആണ് ചോദിക്കുന്നത്. വർക്ക് ഡൺ കേട്ടോ, വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ എഴുതിയേ മക്കളെ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, ഫൈനൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, അവരുടെ ഡിഫറൻസ് എടുക്കുക. ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനിഷ്യൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, ഫൈനൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, ഡിഫറൻസ് എടുക്കുക. ഓക്കെ, വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് കൊടുക്കുക. കാര്യം വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. അപ്പോൾ മൈനസ് ഓഫ് യു എഫ് മൈനസ് യു ഐ എന്ന് പറയുന്നത് യു ഐ മൈനസ് യു എഫ് ആണ്. ഇവിടെ നമ്മളത് നോക്കേണ്ട, വർക്ക് ഡൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ചെയ്തേ മക്കളെ, പെട്ടെന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതിൻ്റെ തിയറി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. 2 identical charges are placed at the 2 corners of an equilateral triangle. The potential energy of the system is U. The work done in bringing an identical charge from infinity to third vertex. പാർട്ട് 2 ആയിട്ട് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമല്ലോ മക്കളെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും നമ്മൾ വരും. ഇനിയും ഇത് മാത്രമല്ലല്ലോ, വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഡിസ്കഷനായിട്ട് സാർമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെറുപറ ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. എന്നാൽ പറവക്കളെ ആദ്യം നമുക്ക് നോക്കാം. പറവക്കളെ ആദ്യം ആരൊക്കെയുള്ളൂ മക്കളെ? ആദ്യം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടെങ്കിലും ആരൊക്കെയുള്ളൂ? 2 identical charges ആണ്. അപ്പോൾ ഇവൻ്റെ ചാർജ് Q ആണ്, ഇവൻ്റെ ചാർജ് Q ആണ്. ആണോ? നമുക്ക് ആ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എ എന്ന് എടുക്കാം. പറവക്കളെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞേ മക്കളെ. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സിസ്റ്റം? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സിസ്റ്റം ആണ് യു എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര വരും? ഇവിടെ 2 പാർട്ടിക്കിളല്ലേ ഉള്ളൂ. ഇക്വലാറ്ററൽ ട്രയാങ്കിളൊക്കെ ശരി തന്നെ, 2 പാർട്ടിക്കിളല്ലേ ഉള്ളൂ. 2 പാർട്ടിക്കിളേ ഉള്ളെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് K ഇൻറ്റു Q1 എന്ന് പറയുന്ന Q ആണ്, Q2 എന്ന് പറയുന്ന Q ആണ്, ഡിവൈഡഡ് ബൈ R ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു A. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് എന്താ പിള്ളേരെ? KQ² ബൈ A എന്നാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന എന്താ പിള്ളേരെ? KQ² ബൈ A എന്നാണ്. ആണോ? ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് മറ്റൊരു ഐഡൻറ്റിക്കൽ ചാർജ് കൊണ്ടുവന്നു. അപ്പോൾ എങ്ങനെ സിസ്റ്റം ആവും മക്കളെ? ഇവിടെ ഓൾറെഡി Q ഉണ്ട്, ഇവിടെ ഓൾറെഡി എന്തുണ്ട് മക്കളെ? Q ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ മക്കളെ? ഈ വെർട്ടെക്സിൽ ഇനിഷ്യലി ചാർജ് ഇല്ല. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഐഡൻറ്റിക്കൽ ചാർജിനെ ഈ വെർട്ടെക്സിലേക്ക് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഐഡൻറ്റിക്കൽ ചാർജിനെ ഈ വെർട്ടെക്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഒരു Q കൂടെ ആയി. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ എനർജി നമുക്കൊന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് U' ആണ്. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് A ആണ്, ഇത് A ആണ്, ഇത് A ആണ്. അപ്പോൾ എത്ര വരും മക്കളെ? പെട്ടെന്ന് പറഞ്ഞേ. K ഇൻറ്റു പറഞ്ഞേ. ഇതിൻ്റെ ഈ പെയർ എടുത്താൽ എത്ര വരും? Q1 Q2 ബൈ A. അപ്പോൾ Q² ബൈ A എന്ന് കിട്ടും മക്കളെ. ഇവൻ്റെ എത്ര കിട്ടും മക്കളെ? Q² ബൈ A എന്ന് പറയുന്നത് കിട്ടും അല്ലേ. ഇവൻ്റെ എത്ര കിട്ടും മക്കളെ? ഇവൻ്റെയും Q² ബൈ A എന്ന് പറയുന്നത് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 3KQ² ബൈ A ആയിരിക്കും. ആണോ? അപ്പോൾ U' എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 3KQ² ബൈ A ആയിരിക്കും. സോ U' എന്ന് പറയുന്നത് 3KQ² ബൈ A ആയിരിക്കും. KQ² ബൈ Aക്ക് നമുക്ക് എന്തെന്ന് കൊടുക്കാം പിള്ളേരെ? U എന്ന് പറയുന്നത് കൊടുക്കാം. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു 3U എന്ന് പറയുന്നത് കൊടുക്കാം. അപ്പോൾ U' കിട്ടി. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കിട്ടി. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് 3U ആണ് അല്ലേ. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് 3U ആണ്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് 3U ആണ്. ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് U ആണ്.
അപ്പോൾ വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ മതി. ആണോ? അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി യുയിൽ നിന്ന് 3U മാറി. അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2U ആണ്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ് എന്ന് ചോദിച്ചാൽ ആൻസർ വിൽ ബി വാട്ട്? ആൻസർ വിൽ ബി 2U. ഇൻഫിനിറ്റി വരെ അവരുടെ കൈയെത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ചാപ്റ്റർ പഠിക്കാനേ പറ്റത്തില്ലല്ലോ മക്കളെ. പറയല്ലേ? അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ മക്കളെ? വർക്ക് ഡൺ അല്ലേ ചോദിച്ചിരിക്കുന്നത്? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ആൻ ഐഡന്റിക്കൽ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു തേർഡ് വെർട്ടെക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ദ വർക്ക് ഡൺ എന്ന് ചോദിച്ചാൽ ഫോർമുല ടു ഫൈൻഡ് ദ വർക്ക് ഡൺ ഈസ് 2U. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ. പറയല്ലേ? 2 small spherical balls, each carrying a charge 10 microcoulomb, are suspended by 2 insulating threads of equal lengths 1 meter each from a point fixed in the ceiling. It is found that in equilibrium, threads are separated by an angle 60 degree between them. What is the tension in the threads എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ക്യൂവിൻ്റെ വാല്യൂ 10 മൈക്രോകൂളമ്പാണ്. ഇവിടെയും ക്യൂ ഉണ്ട്. ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 മൈക്രോകൂളമ്പാണ്. സസ്പെൻഡഡ് ബൈ 2 ഇൻസുലേറ്റിംഗ് ത്രെഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് 1 മീറ്റർ ഈച്ച്. അപ്പോൾ ഇവൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്, ഇവൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഫ്രം എ പോയിന്റ് ഇൻ ദ സീലിംഗ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് in equilibrium, threads are separated by an angle 60 degree between them as shown in the figure. What is the tension in the threads? മക്കളെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്തേ മക്കളെ, പെട്ടെന്ന് ചെയ്തേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, അവർ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് ആ 2 സ്ട്രിങ്സും ഫോം ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ. പറയല്ലേ? ഈ ആംഗിൾ ക്വസ്റ്റ്യൻ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആംഗിൾ 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയം ഈ ആംഗിളും എത്രയാണ്? അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയം ഈ ആംഗിളും എത്ര മക്കളെ? അത് ഈക്വൽ ആയാലേ പറ്റത്തുള്ളൂ. കാര്യം ഇതും 1 മീറ്റർ ആണ്, ഇതും 1 മീറ്റർ ആണ് അല്ലേ? പറയല്ലേ? ഇതും 1 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് എന്താണ്? സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ഇവിടെയും സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്ര മക്കളെ? 1 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെയും സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിൾ, അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതും എന്തായേ പറ്റത്തുള്ളൂ പിള്ളേരെ? തീറ്റ ആയേ പറ്റത്തുള്ളൂ അല്ലേ? ഇനി പറ, അപ്പോൾ തീറ്റ പ്ലസ് 60 എത്രയാണെന്ന് കിട്ടും? 180. അപ്പോൾ 2 തീറ്റ പ്ലസ് 60 എത്രയാണെന്ന് കിട്ടും? 180. അപ്പോൾ 2 തീറ്റ ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 120. അപ്പോൾ തീറ്റ ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും മക്കളെ? 60. അപ്പോൾ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ് പിള്ളേരെ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അവിടെ ഫോം ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ് മക്കളെ? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡും, അതായത് ആ 2 ബോൾസിനിടയ്ക്കുള്ള സെപ്പറേഷനും എത്ര തന്നെയാണ്? 1 മീറ്റർ തന്നെയാണ്. ആ 2 ബോൾസിനും ഇടയ്ക്കുള്ള സെപ്പറേഷനും എത്ര മീറ്റർ തന്നെയാണ്? 1 മീറ്റർ തന്നെയാണ്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ ആംഗിൾ 60 ആണ്, ഈ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ആംഗിളും ഈക്വൽ ആയേ നിവർത്തിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തീറ്റ പ്ലസ് 60 ഈക്വൽ ടു 180 കിട്ടണം. അപ്പോൾ 2 തീറ്റ ഈസ് ഈക്വൽ ടു 120 കിട്ടണം. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 കിട്ടണം. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ സൈഡ് 1 മീറ്റർ, ഈ സൈഡ് 1 മീറ്റർ ആണെങ്കിൽ ഈ സൈഡും 1 മീറ്റർ തന്നെയാണ്. ഇനി നമുക്ക് ഒരുത്തൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അതിലൊരാളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ അതിലൊരാളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ മക്കളെ ശ്രദ്ധിച്ചോണം. ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ പറഞ്ഞേടാ. പറയല്ലേ? മൊത്തം ആംഗിളാണ് 60. നിങ്ങൾ തെറ്റിക്കരുത്. മൊത്തം ആംഗിളാണ് 60. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയേ വരത്തുള്ളൂ പിള്ളേരെ? 30 വരത്തുള്ളൂ. മൊത്തം ആംഗിളാണ് 60. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയേ വരത്തുള്ളൂ മക്കളെ? ഈ ആംഗിൾ 30 വരും. ഈ ആംഗിളും എത്ര വരും മക്കളെ? 30 വരും. മൊത്തം ആംഗിളാണ് 60. അങ്ങനെയാണെങ്കിൽ ദിസ് വൺ ഈസ് 30, ദിസ് വൺ ഈസ് ഓൾസോ 30. ഇനി പറയല്ലേ? ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ പറയുവാണെങ്കിൽ താഴത്തേക്ക് ആര് ആക്ട് ചെയ്യും? ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ പറയുവാണെങ്കിൽ താഴത്തേക്ക് ആര് ആക്ട് ചെയ്യും? താഴത്തേക്ക് mg ആക്ട് ചെയ്യും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ്റെ മാസിനെ പറ്റി ക്വസ്റ്റ്യനിൽ എങ്ങും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇനി എന്ത് പറ്റും മക്കളെ? ഇവിടെ പ്ലസ് ക്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് K ×
ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നാണ്. കെ ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നാണ്. കാര്യം ഇവൻ്റെ കയ്യിലും എത്ര ചാർജ് ഉണ്ട് മക്കളെ? ക്യൂ ചാർജ് ഉണ്ട്. ഇവൻ്റെ കയ്യിലും ക്യൂ ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ക്യൂ ചാർജും കൂടെ പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവൻ അവനെ റിപ്പൽ ചെയ്യും, അവൻ ഇവനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് സ്ട്രിങ്ങിലെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്ട്രിങ്ങിലെ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ടീന്ന് എടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ടീനെ എന്ത് ചെയ്യാം പിള്ളേരെ? റിസോൾവ് ചെയ്യാം. ടീനെ 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം അല്ലേ? അപ്പോൾ സ്ട്രിങ്ങിലെ ടെൻഷൻ എന്ന് പറയുന്ന ടി ആണ്. ടീനെ 2 കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. സോ ഇഫ് ദിസ് ആംഗിൾ ഈസ് 30, മക്കളെ പറഞ്ഞേടാ ഈ ആംഗിളും എത്ര തന്നെയാണ്? 30 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും പിള്ളേരെ? ടീനെ റിസോൾവ് ചെയ്താൽ ഇതെന്ന് പറയുന്നത് ടി കോസ് 30 എന്ന് പറയുന്ന വരും. ഇതെന്ന് പറയുന്നത് എത്ര എന്ന് വരും പിള്ളേരെ? ടി സൈൻ 30 എന്ന് പറയുന്നവരും. അപ്പോൾ ഇത് ടി കോസ് 30 എന്ന് പറയുന്നവരും, അപ്പോൾ ഇത് ടി സൈൻ 30 എന്ന് പറയുന്നവരും. എന്നാൽ പറയുക ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ആകണം, ഇത് രണ്ടും ക്യാൻസൽ ആവണം. നെറ്റ് ഫോഴ്സ് എന്തായി പറ്റത്തുള്ളൂ? 0 ആയി പറ്റത്തുള്ളൂ. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായി പറ്റത്തുള്ളൂ? 0 ആയി പറ്റത്തുള്ളൂ. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആരൊക്കെ ക്യാൻസൽ ആവണം? നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ ടി സൈൻ 30 ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം മക്കളെ? നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ ടി സൈൻ 30 ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആയിരിക്കണം. നമുക്ക് ടി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ ടി ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 30? സൈൻ 30 1/2 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ 30? സൈൻ 30 1/2 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? കെ എന്ന് പറയുന്നത് 9 × 10⁻⁹ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ക്യൂ? ക്യൂ എത്ര മക്കളെ? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ 10 മൈക്രോ കൂളമ്പാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എത്ര പിള്ളേരെ? 10 മൈക്രോ കൂളമ്പാണ് അല്ലേ? അപ്പോൾ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് ക്യൂ എന്ന് പറയുന്നത് 10 മൈക്രോ കൂളമ്പാണ്. 10 മൈക്രോ കൂളമ്പിനെ നമുക്ക് 10 × 10⁻⁶ എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? ദാറ്റ്സ് ഈക്വൽ ടു 10⁻⁵ കൂളമ്പാണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁵ കൂളമ്പാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുത്താൽ 10⁻⁻10 എന്ന് പറയുന്നത് കിട്ടും. ഇനി അവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ പറഞ്ഞേ മക്കളെ. ഇത് രണ്ടും അല്ലേ ആ 2 ചാർജസ് എന്ന് പറയുന്നത്? അവർക്കിടയ്ക്കുള്ള സെപ്പറേഷനാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അത് എത്രയേ വരത്തുള്ളൂ പിള്ളേരെ? 1 വരത്തുള്ളൂ. സോ ദാറ്റ്സ് ഈക്വൽ ടു 1². അപ്പോൾ എത്ര കിട്ടും മക്കളെ? ടി ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ 2 × 9 എന്ന് പറഞ്ഞാൽ 18 ആണ്. 10⁻⁹ × 10⁻⁻10 എന്ന് പറഞ്ഞാൽ 10⁻⁻1 ആണ്. സോ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ 1.8 ന്യൂട്ടൺ എന്ന് പറയുന്നത് കിട്ടും. സോ വാട്ട് ഈസ് എ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്ന് പറയുന്നത് 1.8 ന്യൂട്ടൺ എന്ന് പറയുന്നത് കിട്ടും. സോറി, കുറച്ച് നേരമായിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയില്ല. മക്കളെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ വരാം, മാസ് തരാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന്. മാസ് തരാതെ ക്വസ്റ്റ്യൻ ചെയ്യാം, അതാ പറഞ്ഞത്. ഓക്കെ, വേണമെങ്കിൽ മാസം കണ്ടുപിടിക്കുക. ഇനി കാര്യം എന്താ? ടി കോസ് 30 ഈക്വൽ ടു mg ആണ്. ടി കോസ് 30 ഈക്വൽ ടു mg ആണ്. നമുക്ക് ടി കിട്ടി, കോസ് 30 അറിയാം, mg g 10 ആയിട്ട് എടുത്തോ, m കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാസം കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മാസം വേണമെങ്കിൽ ചോദിക്കാം. ആസിഫ് സി എക്ക് ഓപ്ഷൻ 2 എന്ന് പറഞ്ഞായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ആര് പറഞ്ഞു? വൈഷ്ണവ് കൃഷ്ണൻ പറഞ്ഞു. വെരി ഗുഡ്. അരവിന്ദ് PN 60യോ? അത് ആംഗിൾ ആയിരിക്കും പറഞ്ഞത് അല്ലേ? ഓക്കെ, ഗുഡ്, ക്ലിയർ. റെക്കോർഡഡ് വീഡിയോ 1 ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. മക്കളെ ഇനി അധിക സമയമൊന്നുമില്ല. നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ മാത്സിൽ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മാത്തമാറ്റിക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യും. പറ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് റോഡ് ഓഫ് ലെങ്ത് L at a point P at a distance R from one end of the road. Assume total charge on the road to be Q. മക്കളെ അതായത് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഇതാ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു റോഡുണ്ട്. മക്കളെ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു എന്തുണ്ട് പിള്ളേരെ? റോഡുണ്ട്. ആ റോഡ് യൂണിഫോംലി ചാർജ്ഡ് റോഡാണ്. ആ റോഡ് യൂണിഫോംലി ചാർജ്ഡ് റോഡാണ് അല്ലേ? അപ്പോൾ അതിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? അതിലെല്ലായിടത്തുമായിട്ട് മൊത്തത്തിൽ Q ചാർജ് ഉണ്ട്. അതിലെല്ലായിടത്തുമായിട്ട് മൊത്തത്തിൽ Q ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ 1 എൻഡിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ എന്താ മക്കളെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവൻ്റെ 1 എൻഡിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവൻ്റെ ദൂരം, അവൻ്റെ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ്. റോഡ് യൂണിഫോംലി ചാർജ്ഡുമാണ്. റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ്. റോഡ് യൂണിഫോംലി ചാർജ്ഡുമാണ്. അസ്യൂം ടോട്ടൽ ചാർജ് ഓൺ ദ റോഡ് ടു ബി Q. റോഡിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്ന Q ആണ്. റോഡിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്ന Q ആണ്. ചെയ്തേ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഈ റോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഈ റോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്ര? പറമക്കളെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ പിള്ളേരെ? ഈ റോഡിലെ പല പോയിന്റും ഈ പോയിന്റിൽ നിന്ന് പല ഡിസ്റ്റൻസ് അകലെയാണ്. എന്താ നോക്കുക, ഈ പോയിന്റ് നോക്കുവാണെങ്കിൽ
ഇവിടെ നിന്ന് എത്ര ദൂരം അകലെയാണ് മക്കളെ? r ദൂരം അകലെയാണ്. പക്ഷേ ഈ പോയിന്റ് നോക്കുവാണെങ്കിൽ എന്താ മക്കളെ? അവിടെ നിന്ന് r+l ദൂരം അകലെയാണ്. അപ്പോൾ അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. റോഡിൽ നിന്ന് പല പോയിന്റും പല ഡിസ്റ്റൻസ് അകലെയാണ്. റോഡിലെ പല പോയിന്റ്സും ആ പോയിന്റിൽ നിന്ന് പല ഡിസ്റ്റൻസ് അകലെയാണ്. അതായത് ഈ പോയിന്റിൽ നിന്ന് റോഡിൻ്റെ ഈ എൻഡിലേക്കുള്ള ദൂരം r ആണ്. പക്ഷേ ഈ പോയിന്റിൽ നിന്ന് റോഡിൻ്റെ ഈ എൻഡിലേക്കുള്ള ദൂരം r+l ആണ്. സോ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് വെരിയിങ്. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മാത്സുകാരാണ്, നിങ്ങൾ മാത്സിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? ആൻസർ പറ മക്കളെ. ആദ്യത്തെ ആവേശമൊന്നും കാണുന്നില്ലല്ലോ. എല്ലാവരും പോയോ? എല്ലാവരും ചോറ് കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. പറ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? നമ്മുടെ സ്ഥിരം പരിപാടി, നമ്മൾ അതിൽ എന്തെടുക്കും മക്കളെ? ഒരു ചെറിയ എലമെൻറ്റിനെ എടുക്കും. നമ്മൾ അതിൽ എന്തിനെടുക്കും മക്കളെ? ഇത് ഞാൻ ഫുള്ള് പറയത്തില്ല, ഞാൻ അതിൻ്റെ തിയറി അങ്ങ് പറയാം. പെട്ടെന്ന് നോക്കിയേ മക്കളെ. അപ്പോൾ ഇതിൻ്റെ എന്തെടുക്കും മക്കളെ? ഇതിൻ്റെ ഒരു ചെറിയ എലമെൻറ്റ് എടുക്കും. അവൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് എടുക്കാൻ പിള്ളേരെ? അവൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് dx. അവൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് dx ആണോ? ഈ ചെറിയ എലമെൻറ്റ് ആ പോയിന്റിൽ നിന്ന് x ദൂരം അകലെയിൽ നിന്ന് എടുക്കും. ഈ ചെറിയ എലമെൻറ്റ് ആ പോയിന്റിൽ നിന്ന് എത്ര ദൂരം അകലെയിൽ നിന്ന് എടുക്കുന്നു മക്കളെ? x ദൂരം അകലെയിൽ നിന്ന് എടുക്കുന്നു. ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവൻ്റെ കയ്യിൽ ഒരു dq ചാർജ് ഉണ്ടെന്ന് എടുക്കും. ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ടെന്ന് എടുക്കാം മക്കളെ? dq ചാർജ് ഉണ്ടെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ എലമെൻറ്റ് അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞേ മക്കളെ. ഈ ചെറിയ എലമെൻറ്റ് അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് DE ആണ്. അപ്പോൾ ഈ ചെറിയ എലമെൻറ്റ് അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് DE ആണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പെർ മക്കളെ K ഇൻറ്റു, നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് KQ/r² ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് കണക്കാക്കാം. അവൻ x ദൂരം അകലെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് K ഇൻറ്റു dQ/x² ആണ്. K ഇൻറ്റു dQ/x² ആണ്. അപ്പോൾ ഈ ചെറിയ എലമെൻറ്റ് അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ചെറിയ എലമെൻറ്റിൽ നിന്ന് x ദൂരം അകലെയാണ് ആ പോയിന്റ്. Q ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് പോയിന്റ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് KQ/r² ആണ്. അങ്ങനെയാണെങ്കിൽ DQ ചാർജിൽ നിന്ന് DQ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പോയിന്റ് ചാർജ്. DQ ചാർജിൽ നിന്ന് x ദൂരം അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് K ഇൻറ്റു dQ/x² ആണ്. ഇനി പറയേ, നിങ്ങളൊരു സാധനം പഠിച്ചിട്ടുണ്ട്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന സാധനം. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ടോട്ടൽ ചാർജ് ഓൺ ദ റോഡ് Q ആണ്, ലെങ്ത് ഓഫ് ദ റോഡ് എന്ന് പറയുന്ന L ആണ്. അപ്പോൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു Q/L. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട്? അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ട് പിള്ളേരെ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇവൻ്റെ കയ്യിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയേ, അവൻ്റെ ചാർജ് DQ ആണ്. DQ ക്യാൻ ബി റിട്ടൺ ആസ് യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട്? ലാംഡ. യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട്? ലാംഡ. അപ്പോൾ DX ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? ലാംഡ dx. അപ്പോൾ യൂണിറ്റ് ലെങ്തിൽ ലാംഡ ചാർജ് ഉണ്ട്. അപ്പോൾ DX ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? ലാംഡ dx ചാർജ് ഉണ്ട്. പറയേ, അപ്പോൾ യൂണിറ്റ് ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? ലാംഡ. അപ്പോൾ DX ലെങ്തിൽ എത്ര ചാർജ് ഉണ്ട് മക്കളെ? ലാംഡ dx ചാർജ് ഉണ്ട്. ബൈ എന്തെന്ന് കിട്ടും മക്കളെ? ബൈ x² എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ K ലാംഡ dx/x². ഓക്കെ, അപ്പോൾ DE കിട്ടി. അപ്പോൾ DE കിട്ടി അല്ലേ? DE എന്ന് പറയുന്നത് എന്താ മക്കളെ? K ലാംഡ dx/x². ഇനി നിങ്ങളുടെ ഏരിയ, ഇത് ചെറിയ എലമെന്റ് അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അല്ലേടാ. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? ഇത് ചെറിയ എലമെന്റ് അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ K ലാംഡ പുറത്തിറങ്ങും. അപ്പോൾ ഇൻ്റഗ്രൽ dx/x² എന്ന് പറയുന്ന വരും. K ലാംഡ പുറത്തിറങ്ങും, ഇൻ്റഗ്രൽ dx/x². എനിക്ക് കേൾക്കേണ്ടത് എക്സിൻ്റെ ലിമിറ്റാണ്. അതെല്ലാവരും എനിക്കൊന്ന് പറഞ്ഞു തന്നെ. എനിക്ക് കേൾക്കേണ്ടത് എക്സിൻ്റെ ലിമിറ്റാണ്. എക്സിൻ്റെ ലിമിറ്റ് ആരെനിക്ക് പറഞ്ഞു തരുമെന്ന് നോക്കട്ടെ. എക്സിൻ്റെ ലിമിറ്റ് ആരെനിക്ക് പറഞ്ഞു തരുമെന്ന് നോക്കട്ടെ. എക്സിൻ്റെ ലിമിറ്റ് ആരും പറയുന്നില്ല. പറയേ, അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ചെറിയ എലമെൻറ്റിനെ ഇവിടെയാണ് വെക്കേണ്ടത് അല്ലേ? റോഡ് ഇവിടെയല്ലേടാ തുടങ്ങുന്നത്. അപ്പോൾ x എത്ര ആവും മക്കളെ? അപ്പോൾ x എന്ന് പറയുന്നത് 6 ആകും. മക്കളെ ചെറിയ എലമെൻറ്റിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് x എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ ചെറിയ എലമെൻറ്റ് ഇവിടെ വെക്കേണ്ടത്. അപ്പോൾ x എന്ന് പറയുന്നത് എത്ര മക്കളെ? 6 ആണ്. അതേ കണക്ക് അവസാനത്തെ ചെറിയ എലമെൻറ്റ് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ x എന്ന് പറയുന്നത് എന്താ മക്കളെ? എത്ര വരും മക്കളെ? ആ ദൂരം r+l എന്നാണ് വരുന്നത്. നമ്മൾ ആദ്യത്തെ ചെറിയ എലമെൻറ്റ് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ ആ ദൂരം എന്ന് പറയുന്നത് എത്ര മക്കളെ? സോ ദാറ്റ് ദൂരം ഈസ് r. അവസാന ചെറിയ എലമെൻറ്റ് ഇവിടെയാണ് വെക്കേണ്ടത്. സോ ദാറ്റ് ദൂരം ഈസ് വാട്ട്? r+l. സോ വാട്ട് ഈസ് ദ ലിമിറ്റ്? വെരി ഗുഡ്. ബ്ലൂ ടെറർ അയച്ചിട്ടുണ്ട്. വളരെ ടെറർ. ഓക്കെ, വെരി ഗുഡ് ആൻസർ.
R2 R plus L. വെരി ഗുഡ്. R2 R plus L. പറയോക്കളെ, അപ്പോൾ അവൻ്റെ ലിമിറ്റ് നോക്കുവാണെങ്കിൽ R2 എന്തെന്ന് കിട്ടും മക്കളെ? R plus L എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ ഏരിയ ആണ്. ഇനി ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. കെ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കെ എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് Q/L ആണ്. ഇൻ്റഗ്രൽ dx/x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/x എന്നാണ് കിട്ടുന്നത്. ദെൻ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് R2 എന്താ മക്കളെ? R plus L ആണ്. ഇനി നിങ്ങൾ ബാക്കി ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് ചെയ്ത് നോക്കുവാണെങ്കിൽ 1/4πε0 ഇൻറ്റു Q/L ഇൻറ്റു 1/4πε0 ഇൻറ്റു Q/L ഇൻറ്റു -1/x മൈനസ് ഉള്ളതുകൊണ്ട് തിരിച്ചങ്ങ് ലിമിറ്റ് കൊടുത്താൽ മതി. 1/r -1/r plus L. കേട്ടോ, ഞാൻ മൈനസ് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് തിരിച്ച് ലിമിറ്റ് കൊടുത്തത്. ഇവിടെ ഒരു മൈനസ് സൈൻ കിടപ്പുണ്ട്. അപ്പോൾ ലോവർ ലിമിറ്റ് ആദ്യം അപ്പർ ലിമിറ്റ് അവസാനം കൊടുത്താൽ മതി. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R plus L -r എന്ന് വരും. 6 വെട്ടിപ്പോവും. ഓക്കെ, താഴെ R ഇൻറ്റു R plus L എന്ന് വരും. മക്കളെ ഏത് വരുവാടാ? ഓപ്ഷൻ ഏത് വരുവാടാ? അരവിന്ദ് PN, ബ്ലൂ ടെറർ, ടെക്മോൻ, പറ. ഓപ്ഷൻ 3 വരും. അല്ലേ? ഓപ്ഷൻ 3 വരും. മക്കളെ 8 മണിയായി. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നിർത്തിയാലോ എന്നാണ് എൻ്റെ ഒരു ആലോചന. നിങ്ങൾ ഇത്രയും നേരം കൂടെ ഇരുന്നില്ല. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് എന്നാലേ എനിക്കും കൂടെ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, കാര്യം ഇത്തിരി ചോദിക്കുന്ന ഏരിയ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? 2 മിനിറ്റും കൂടെ സമയമുണ്ട്. 2 മിനിറ്റ് പറയോക്കളെ. കപ്പാസിറ്റേഴ്സ്, 2 capacitors C1 and C2 ചാർജ്ഡ് ടു 120 volt. 2 capacitors മക്കളെ ഒരു 2 മിനിറ്റും കൂടെ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞ് ചോറുണ്ണാൻ പോയാൽ മതി. 2 capacitors C1 and C2 are charged to 120 volt and 200 volt respectively. It is found that by connecting them together, potential of each one can be made to 0. മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തിയറി ഞാൻ പെട്ടെന്ന് പറയാം. പറയോക്കളെ, ഇത് C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ അവനെ അക്രോസ് V1 വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ അവൻ അക്രോസ് V1 വോൾട്ടേജ് ഉണ്ട്. ഇത് C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ അവൻ അക്രോസ് എന്തുണ്ട് മക്കളെ? V2 എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ കണക്റ്റഡ് ടുഗദർ, ഇത് 2 രീതി കണക്ട് ചെയ്യാം. അവരുടെ ലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആക്കാം, അല്ലെങ്കിൽ അൺലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആണെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ അവർക്ക് അക്രോസുള്ള പൊട്ടൻഷ്യൽ സെയിം ആകും അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല എന്ന് പറയുന്നത് C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2 ആണ്. ഇഫ് ദേ ആർ ലൈക്ക് പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ടുഗദർ. ഇഫ് അൺലൈക്ക് പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ടുഗദർ, ഫോമുല എന്ന് പറയുന്നത് C1 V1 മൈനസ് C2 V2 ബൈ C1 മൈനസ് C2 എന്നല്ല, C1 പ്ലസ് C2 എന്ന് തന്നെയാണ്. പറയോക്കളെ, അപ്പോൾ ലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആണെങ്കിൽ ആ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോമുല C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2 ആണ്. ആണോ? അൺലൈക്ക് പ്ലേറ്റ്സ് ആണ് കണക്റ്റഡ് ടുഗദർ എങ്കിൽ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോമുല C1 V1 മൈനസ് C2 V2 ബൈ C1 പ്ലസ് C2. ഇനി അവരെന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് C1ൻ്റെ സ്ഥാനത്ത് C1 തന്നെയാണ്, V1ൻ്റെ സ്ഥാനത്ത് എത്ര പിള്ളേരെ? 120. C2ൻ്റെ സ്ഥാനത്ത് C2 തന്നെയാണ്, V2ൻ്റെ സ്ഥാനത്ത് എത്ര പിള്ളേരെ? 200. എന്നിട്ട് അവരെ കണക്ട് ചെയ്തു. എങ്ങനെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. 2 രീതി കണക്ട് ചെയ്യാം. ലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആക്കാം, ഒപ്പം തന്നെ അൺലൈക്ക് പ്ലേറ്റ്സും കണക്റ്റഡ് ടുഗദർ ആക്കാം. ലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആക്കാം, ഒപ്പം തന്നെ എന്തുമാക്കാം മക്കളെ? അൺലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദറുമാക്കാം. അപ്പോൾ ലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആണെങ്കിൽ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2. അൺലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആണെങ്കിൽ ഫോമുല C1 V1 മൈനസ് C2 V2 ബൈ C1 പ്ലസ് C2. അങ്ങനെയാണെങ്കിൽ അവരെ ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പം ആ പൊട്ടൻഷ്യൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ബൈ കണക്റ്റിംഗ് ദം ടുഗദർ പൊട്ടൻഷ്യൽ ഓൺ ഈച്ച് ക്യാൻ ബി മേഡ് 0. പൊട്ടൻഷ്യൽ ഓൺ ഈച്ച് വൺ ക്യാൻ ബി മേഡ് 0. ദെൻ ഇതിലേത് റിലേഷനാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറയോക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലൈക്ക് പ്ലേറ്റ്സ് ആണോ അൺലൈക്ക് പ്ലേറ്റ്സ് ആണോ കണക്റ്റഡ് ടുഗദർ ആക്കേണ്ടത്? ലൈക്ക് പ്ലേറ്റ്സ് ആണോ അൺലൈക്ക് പ്ലേറ്റ്സ് ആണോ കണക്റ്റഡ് ടുഗദർ ആക്കേണ്ടത്?
പറ മക്കളെ. അപ്പോൾ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവരെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കോമൺ പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറി മക്കളെ? 0 ആയിട്ട് മാറി. ഇവരെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കോമൺ പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറി മക്കളെ? 0 ആയിട്ട് മാറി. മക്കളെ 0 ആകാനുള്ള പോസിബിലിറ്റി ഈ കേസിൽ 0 ആയ എന്താ മക്കളെ പ്രശ്നം? കോമൺ പൊട്ടൻഷ്യൽ 0 ആയ അപ്പോൾ എന്താ C1 V1 പ്ലസ് C2 V2 0 ആകണം. C1 V1 പ്ലസ് C2 V2 എന്താവണം മക്കളെ? 0 ആകണം. അപ്പോൾ C1 ഇൻറ്റു V1 എന്ന് പറയുന്നത് എത്ര മക്കളെ? 120 ആണ്. പ്ലസ് C2 ഇൻറ്റു V2 എന്ന് പറയുന്നത് എത്ര മക്കളെ? V2 എന്ന് പറയുന്നത് 200 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താവണം മക്കളെ? 0 ആക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 40 അങ്ങ് കളഞ്ഞാൽ 40 കളഞ്ഞാൽ ഇതെന്തെന്ന് കിട്ടും? 3C1 പ്ലസ് 5C2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 3C1 പ്ലസ് 5C2 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ നമ്മൾ ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊരു പ്രശ്നമില്ലേ മക്കളെ? 3C1 ഈക്വൽ ടു മൈനസ് 5C2. അപ്പം കപ്പാസിറ്റൻസ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നം അതിലില്ലേ മക്കളെ? അപ്പോൾ 3C1 പ്ലസ് 5C2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലേ? അങ്ങനെ അത് അത്ര കറക്റ്റായിട്ടുള്ള മെത്തേഡല്ല. കപ്പാസിറ്റൻസ് നെഗറ്റീവ് ആവുകയും ആരുടെയെങ്കിലും കപ്പാസിറ്റൻസ് അല്ലേ? അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ള മെത്തേഡല്ല. അപ്പോൾ അവരുടെ ഏത് പ്ലേറ്റ്സ് ആയിരിക്കാം മക്കളെ കണക്റ്റഡ് ടുഗദർ? അവരുടെ അൺലൈക്ക് പ്ലേറ്റ്സ് ആയിരിക്കാം കണക്റ്റഡ് ടുഗദർ. അപ്പോൾ അൺലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ ആണെങ്കിൽ അവരുടെ കോമൺ പൊട്ടൻഷ്യൽ 0 ആയി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അൺലൈക്ക് പ്ലേറ്റ്സ് കണക്റ്റഡ് ടുഗദർ എങ്കിൽ അവരുടെ കോമൺ പൊട്ടൻഷ്യൽ 0 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം C1 V1 മൈനസ് C2 V2 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം പിള്ളേരെ? 0 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം മക്കളെ? C1 V1 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം പിള്ളേരെ? C2 V2 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? C1 ഇൻറ്റു V1 ഈസ് ഗിവൺ ആസ് 120 ആൻഡ് C2 ഇൻറ്റു V2 ഈസ് ഗിവൺ ആസ് വാട്ട്? 200. നമുക്ക് 40 കോമൺ ആയിട്ട് എടുത്താൽ സോ ദ ആൻസർ വിൽ ബി 3C1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം പിള്ളേരെ? 5C2 എന്ന് എഴുതാം. 3C1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം പിള്ളേരെ? 5C2 എന്ന് എഴുതാം. ആൻസർ ഏതാ മക്കളെ? ഓപ്ഷൻ 1. മക്കളെ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഓർത്ത് വച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ രണ്ട് ഫസ്റ്റ് കപ്പാസിറ്ററിനെ നമ്മൾ V1 വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്തു, സെക്കൻഡ് കപ്പാസിറ്ററിനെ നമ്മൾ V2 വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്തു. എന്നിട്ട് നമ്മൾ അവന്മാരെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുന്നത് രണ്ട് രീതി കണക്ട് ചെയ്യാം. ലൈക്ക് പ്ലേറ്റ്സ് ക്യാൻ ബി കണക്റ്റഡ് ടുഗദർ ഓർ അൺലൈക്ക് പ്ലേറ്റ്സ് ക്യാൻ ബി കണക്റ്റഡ് ടുഗദർ. ലൈക്ക് പ്ലേറ്റ്സ് ആണ് കണക്റ്റഡ് ടുഗദർ എങ്കിൽ അവരുടെ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2 എന്നും. അൺലൈക്ക് പ്ലേറ്റ്സ് ആണ് കണക്റ്റഡ് ടുഗദർ എങ്കിൽ അവരുടെ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C1 V1 മൈനസ് C2 V2 ബൈ C1 പ്ലസ് C2 എന്നാണ്. മക്കളെ അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തു പോകാതെ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ തിയറി പറഞ്ഞ് ചെയ്തു പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ നമുക്ക് വിത്ത് തിയറി അത്യാവശ്യം പറയാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിനി നന്നായിട്ട് നമ്മുടെ മനുസാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഉല്ലാസ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളുടെ സ്വന്തം മനുസാർ എന്തോ പണി വരുന്നുണ്ട്, അതിനു മുന്നേ നമ്മൾ ലൈവ് നിർത്തുന്നതായിരിക്കും നല്ലത്. പോകല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേക്കല്ല, ഒറിജിനൽ മനുസാർ, ഒറിജിനൽ മനു രവീന്ദ്രൻ തന്നെ. കറക്റ്റ് സമയത്ത് എവിടെ നിന്ന് വന്ന് കയറിയാന്തോ. മനുസാറിനെ നമുക്ക് തൽക്കാലം നോക്കണ്ട. ഓക്കെ, അപ്പം മക്കളെ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി നമ്പർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. നമ്മൾ പറയുന്ന തിയറി ക്ലിയർ ആയിട്ട് പറയുക, നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ അത്യാവശ്യം പറയുക, അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് അടിക്കരുത്. ഇനി എന്താണ് എക്സാമിന് ഇനി പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നെഗറ്റീവ് അടിക്കരുത്. നിങ്ങൾക്ക് പറ്റും, ഇനിയും സമയമുണ്ട്. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, അപ്പം ഇത് അഥവാ ടഫാണെങ്കിൽ ഇത് അവസാനിക്കുന്നില്ല, നിങ്ങൾക്ക് ഇനിയൊരു ചാൻസും കൂടെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അത് ഉഴപ്പി നടക്കരുത്. ഈ ചാൻസിൽ തന്നെ മാക്സിമം എത്താൻ നോക്കുക. ഈ ചാൻസിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഇനിയും സമയമുണ്ട്, ഇനിയുള്ള സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. മനുസാർ വല്ല പണിയും വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.